അച്ഛനുണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് കൂട്ടങ്ങളുണ്ടല്ലോ, ആ കൂട്ടങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും പറയും. അത് യാഥാർത്ഥ്യമായി ഇപ്പം അതുകൊണ്ടാണ് പാർട്ടി തോറ്റുപോയത്. നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോ എന്ന് പറഞ്ഞില്ലേ, സമ്മതിച്ചു. പക്ഷേ കൂട്ടത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഒരു ബലം ആവശ്യമില്ല, ഒറ്റക്ക് നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാ ബലവും ആവശ്യം. ഞാൻ ഒറ്റക്ക് നിന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അച്ഛനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നെങ്കിൽ ഈ ലൈഫ് കുറച്ചുകൂടെ കൈപ്പിടിയിൽ ഒതുങ്ങിയനെ. ഇവൻ എപ്പോഴാണ് ഇത്ര വിശുദ്ധനായത്? ഇവൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയ ഒരാളല്ല. ഇ ഡി കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയില്ല, പാർട്ടി നിലപാടാണ് ഞാൻ പറയുന്നത്. പാർട്ടിക്കപ്പുറം ബിനീഷ് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. വാക്കുകളൊക്കെ പറയുമ്പോൾ കിട്ടുന്നുണ്ടോ? നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നമാണെങ്കിലോ ഓക്കെ, നമ്മൾ പോയി പിടിക്കുന്ന പ്രശ്നമാണെങ്കിലോ? ഞാൻ പിടിക്കുന്ന ഒരു പ്രശ്നവും അത് പ്രശ്നമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വല്ലവരും പിടിക്കുന്ന വള്ളികളിൽ ജനവിധി എന്ന് പറയുന്നത് പാർട്ടിക്ക് എതിരല്ല, അതൊരു വ്യക്തിക്ക് എതിരെ എന്നുള്ള ഒരു രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ എവിടെയോ എൻ്റെ ആ പോസ്റ്റ് ഞാൻ സ്വന്തം ജീവിതം ഒരു സിനിമയാക്കുകയാണെങ്കിൽ അച്ഛനെ ഉറക്കാത്ത വീട് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. പണ്ട് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത്. എല്ലാം ഭയങ്കര നന്നായിട്ടൊന്നും സംഭവിച്ചാൽ ജീവിതം പോറായി പോകും. പക്ഷെ ഇത്രയും വേണമെന്നുള്ളത് വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ധരിച്ചത്. അടിത്തറ ഇളകി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ. നേതൃമാറ്റം വേണോ വേണ്ടിയോ എന്ന് പാർട്ടി ചർച്ച ചെയ്യും. അതല്ലേ നോക്കണ്ടത്. ഞാൻ റിസ്ക് ആണല്ലോ അത്. എന്റെ കാര്യത്തിൽ അച്ഛനെടുത്ത നിലപാട് എന്താ? കുറ്റവിമുക്തനായി 3 കൊല്ലം കഴിഞ്ഞിട്ടും പാർട്ടി മെമ്പർഷിപ്പ് തരാത്തതിന് പിന്നെ കാരണമില്ലെന്നാണോ? സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ബിനീഷ് കോടിയേരിക്ക് അംഗത്വം തരാതിരിക്കുകയും പിണറായി സഖാവ് ഇടപെട്ടിട്ട് പിറ്റേ ദിവസം അങ്ങനെയൊന്നും തരാൻ പറ്റുന്ന പാർട്ടിയല്ലത്. ചില കേസുകളെ പെടുത്തി കഴിഞ്ഞാൽ ആരും നിങ്ങളെ ടച്ച് ചെയ്യില്ല, നിങ്ങളെ തൊടാൻ പോലും നിങ്ങൾ മടിക്കും. അതിലേറ്റവും ഫസ്റ്റാണ് തീവ്രവാദം, രണ്ടാമത്തെയാണ് നർക്കോട്ടിക്. ഈ ബാങ്ക് ബാലൻസ് നിങ്ങളെടുത്ത് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ ഞാൻ ധൈര്യപ്പെടുന്ന ഒരാളാണ്. വീട്ടിൻ്റെ അകത്താണ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ണ് തുറന്നു നോക്കും, നമ്മൾ ജയിലിൻ്റെ അകത്ത് നിൽക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ പെട്ടിട്ടുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച ജനകീയ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഒന്നാമത്തതോ രണ്ടാമത്തതോ? ആ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് നടക്കുന്ന പയ്യനാണോ എന്നായിരിക്കും ആ സംശയം. അതേ ഗൈസ്, ആ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് നടക്കുന്ന പയ്യനാണ് ഇന്ന് നമ്മുടെ ഹോട്ട് സീറ്റിൽ ഇവിടെ കയറിയിരിക്കുന്നത്. അദ്ദേഹം ഇതിനേക്കാൾ ഉപരി സിനിമ, ക്രിക്കറ്റ്, അതിനേക്കാൾ ഉപരി കുറേ വിവാദങ്ങളിലൊക്കെ പെട്ട് ലൈംലൈറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കംബാക്കിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ വേറെ ഞാൻ ഇൻട്രോ കൊടുക്കുക എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വരട്ടെ, വിവാദങ്ങളിലേക്കുള്ള കമ്പാക്കല്ല, ഞാനിത് കൊടുക്കട്ടെ. വെൽക്കം അഡ്വക്കേറ്റ് ആർട്ടിസ്റ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിനീഷ് കോടിയേരി ടു പൊളിറ്റിക്കൽ ടീം. ഞാൻ തന്നെ പ്രതീക്ഷിച്ചു ഇത്ര പൊലിപ്പിച്ചതാണ് ഞങ്ങൾ. നന്നായി, പക്ഷെ പൊലിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ പൊലിപ്പിക്കാൻ പറ്റത്തില്ലേ? അതാ ചോദിച്ചത്. അങ്ങനെ ഉണ്ടല്ലോ. ബിനീഷ് ചേട്ടന് പൊലിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കംബാക്കിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യ പറയുന്നതിന്റെ പ്രശ്നം അറിയാമോ? ആദ്യം പറഞ്ഞു വെച്ചത് വിവാദങ്ങളിലേക്ക് പോയിട്ടുള്ള കംബാക്ക്. അപ്പൊ എന്റെ വിവാദങ്ങളിലേക്ക് പോലെ വിവാദങ്ങളിൽ നിന്ന് ലൈംലൈറ്റിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു കംബാക്കിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും കൂടി കേട്ടാൽ മതി, അപ്പൊ റെഡിയാവും. നടൻ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ ആയിട്ടാണോ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണോ ആരായിട്ടാണ് ഇങ്ങനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആരാണെന്ന് പറയും? ഇതിപ്പോ കോമഡി ആയിട്ട് വേണമെങ്കിൽ പല രീതിയിലും പറയാം. പക്ഷെ ബീങ് എ ഹ്യൂമൻ അതുള്ളതാണ് എനിക്ക് ഏറ്റവും. അതാ ഇൻസ്റ്റാഗ്രാം ബയോ ആണല്ലോ. അത് ലൈക്ക് അത് തന്നെയാണ്. നമുക്കൊരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നല്ല മനുഷ്യനാണെന്ന് പറയുക എന്നുള്ളതല്ലല്ലോ, നല്ല മനുഷ്യനാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹ്യൂമൻ ബീങ് ഹ്യൂമൻ എന്നുള്ളതാണല്ലോ. ഏത് പ്രൊഫഷനായിരിക്കും ബിനീഷ് കുറച്ചുകൂടെ ഇഷ്ടം? എനിക്ക് ലൈക്ക് ഒരു പൊതുപ്രവർത്തനം തന്നെയാണ് കൂടുതലും ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് പൊതുപ്രവർത്തനം കൂടുതൽ ഇഷ്ടം, നമുക്ക് സന്തോഷമൊക്കെ കിട്ടുന്നു. പക്ഷേ ചില മൊമെൻറ്റ്സ് ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര നമുക്കൊരു അങ്ങനെ ഒരു ജോയിലായിട്ട് നിൽക്കണം, നമ്മളായിട്ടൊരു ഹാപ്പിനെസ്സിലേക്ക് പോകണം എന്നൊക്കെ തോന്നുന്നൊരു മൂഡെന്ന് പറയുന്നത് ക്രിക്കറ്റും ഫുട്ബോൾ, ആ ഒരു സ്പോർട്സ് ഓറിയൻറ്റഡിലേക്ക് പോകുന്നത് തന്നെയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചില്ലായിട്ടുണ്ട്, ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. എന്താണ് ആ ഒരു ഹാപ്പിനെസ്സിന് പിന്നിൽ? ഹാപ്പിനെസ്സിന് പിന്നിൽ നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പതുക്കെ നമ്മളെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ ദുഃഖം എന്തായിരിക്കും? തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതല്ലേ. ഇപ്പം ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു നടന്നാലൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല.
അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുള്ള പുറമേ ഉള്ളൊരു നറേഷനൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ആ നറേഷനിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മൾ മാറി വരുന്നു, ആളുകൾ വന്ന് നമ്മളുടെ അടുത്ത് പെരുമാറുന്ന രീതി, നമ്മളുടെ അടുത്ത് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരായാലും, ഞാനെന്നുള്ളതല്ല, ആർക്കായാലും ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ആ തരത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണെന്ന് കരുതുന്നുണ്ടോ? വലിയ തരത്തിൽ മനഃപൂർവ്വമോ അല്ലാതെയോ പലതരത്തിലുള്ള ഒരു തെറ്റായ ചിത്രം ബിനീഷിനെ കുറിച്ച് പുറത്ത് ഉണ്ടായിന്ന് തോന്നിയിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അല്ല, അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പം നമ്മളൊരു പൊളിറ്റീഷ്യൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ കുടുംബങ്ങളും പൊളിറ്റീഷ്യൻസിൻ്റെ മകനോ മകളോ ആരായാലും തന്നെ നമ്മൾ അത്തരത്തിലേക്ക് നിൽക്കുമ്പോൾ ഇപ്പം അവരുടെ ഇപ്പം എന്നെ പേഴ്സണലി ആയിരിക്കില്ല അവർ ഉന്നം വയ്ക്കുന്നുണ്ടാവില്ല. അവർ അതാണ് പൊളിറ്റിക്സിൻ്റെ ഒരു ധാരണ. നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായിരിക്കില്ല ചിലപ്പോൾ പൊളിറ്റിക്സ് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഡയറക്റ്റ് കാണുന്നതായിരിക്കില്ല പൊളിറ്റിക്സ്. അതിൻ്റെ അകത്ത് പിറകിൽ നിൽക്കുന്ന പല കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനീഷ് കണ്ടൊരു പൊളിറ്റിക്സ് എങ്ങനെയാണ്? ഈ പൊളിറ്റിക്സ് ആണ് എൻ്റെ ജീവിതമാണ്, സ്വന്തം ജീവിതമാണോ രാഷ്ട്രീയം? ആണ്. ആ ജീവിതത്തിലുള്ള രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൽ എന്താ പറഞ്ഞത്, ഒരു കൃത്രിമമായ ബോധം. ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ കിട്ടുന്നുണ്ടോ? അല്ലേ? ഒരു കൃത്രിമമായ ബോധം ഉണ്ടാക്കുന്നില്ലേ? പക്ഷെ അപ്പോൾ കൃത്രിമമായ ബോധം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെന്തിനാ അതിൻ്റെ കൂടെ പോകുന്നു നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ പൊതു സമൂഹം ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ ഒരാളെ നല്ലതോ ചീത്തയൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഭാഗം പോലും പറയാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയ 2000 തൊട്ട് അനുഭവിക്കുന്നുണ്ട്. ഏകദേശം 2000 തൊട്ട് 22 ഒക്ടോബർ 1 അച്ഛൻ്റെ മരണം സംഭവിച്ചതിന് ശേഷമായിരിക്കും ഇതെല്ലാം നിന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം അത്രയും 10-22 വർഷക്കാലത്തോളം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ആക്രമിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ നമ്മൾ കുറെ പഴയ വിവാദങ്ങളും ആ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലേക്ക് പോയി നമ്മളൊരു ട്രോമ ഉണ്ടാക്കണ്ട. ഞാൻ ഓർമ്മകളിലേക്ക് പോയി. ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ചോദിക്കുകയാണ്. അച്ഛൻ വളരെ ഒരു പൊതുരംഗത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 മക്കളുടെ ജീവിതവും എക്സ്പോസ്ഡ് ആണ്. ഈ നിങ്ങളെടുക്കുന്ന പേഴ്സണൽ തീരുമാനങ്ങൾ പോലും ജഡ്ജ് ചെയ്യപ്പെടും. ആൾക്കാർ അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കോടിയേരിയുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആൾക്കാർക്കൊരു താല്പര്യമുള്ള വിഷയമാണ്. അപ്പം അച്ഛനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നെങ്കിൽ, ഇത്രത്തോളം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ജീവിതം ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈഫ് കുറച്ചുകൂടെ കൈപ്പിടിയിൽ ഒതുങ്ങിയേനെ എന്ന്, കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ കെട്ടിപ്പിടിക്കാൻ സാധിച്ചേനെ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരാളുടെ മകനായി ജനിച്ചത് കൊണ്ടും ജീവിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ പിടിച്ചിവിടെ ഇരുത്തിയിരിക്കുന്നത്. അതായിരുന്നല്ലോ ലൈഫ് എന്നുള്ള. അപ്പോൾ സാധാരണ ഒരാളുടെ അങ്ങനെയുള്ള ഒരാളുടെ മകനായിരുന്നു എന്നുണ്ടെങ്കിൽ ലൈഫ് നല്ലതായിട്ട് കൈപ്പിടിയിൽ വരക്കുമെന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് പറ്റില്ല. അപ്പോൾ എന്താ നമ്മൾ ലൈഫിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടണമെന്നേ. നമ്മളെടുത്ത് വരുന്ന എന്ത് കാര്യം മറ്റേ ജയിച്ചേട്ടൻ പറഞ്ഞ തട്ടി തടഞ്ഞ് മുന്നോട്ട് പോകണം. നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നമാണെങ്കിലോ നമ്മൾ പോയി പിടിക്കുന്ന പ്രശ്നമാണെങ്കിലോ നമ്മൾ പോയി പിടിക്കുന്ന പ്രശ്നം ആദ്യം ആലോചിക്കേണ്ടത് നമ്മളാണ്, അത് പിടിക്കണോ വേണ്ടിയോ എന്നുള്ളത്. അങ്ങനെ ഒരു ആലോചന മുന്നേ വന്നിട്ടില്ലായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പിടിക്കുന്ന ഒരു പ്രശ്നവും അത് പ്രശ്നമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വല്ലവരും പിടിക്കുന്ന വള്ളികളിൽ സാധനത്തിലേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ നല്ലൊരു ഇപ്പം എന്താ നമ്മളൊരു നേരത്തെ ചോദിച്ച പോലെ ഐ എം എ ഗുഡ് ഫ്രണ്ട് എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ഇട്ടിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ചിലപ്പോൾ അതിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ അതിലൊക്കെയാണ്. ഞാൻ എന്താണെന്നുള്ളത് തന്നെയാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഞാൻ ആസ് എ ഫ്രണ്ട് ഞാൻ ശരിയായിരുന്നു എന്ന് മാത്രമേ ഞാനതിൽ നോക്കുള്ളൂ. അപ്പം ചോദിക്കും, അങ്ങനെ നോക്കിക്കൊണ്ട് ലൈഫ് നഷ്ടപ്പെട്ടില്ലേ, അങ്ങനെ നോക്കിക്കൊണ്ട് ജീവിതം പോയില്ലേ? ആയിരിക്കാം. പക്ഷേ എല്ലാം ഭയങ്കര നന്നായിട്ടൊന്നും സംഭവിച്ചാൽ ജീവിതം ബോറായി പോകും. പക്ഷേ ഇത്രയും വേണമെന്നുള്ളത് വിഷമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാരണം അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. എൻ്റെ വിവാദങ്ങൾ അല്ലെങ്കിൽ ഞാൻ പിടിച്ച വള്ളി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന വള്ളി കാരണം അച്ഛനും അമ്മയും ഒന്ന് വിഷമിച്ചത് ഞാൻ കാരണമാണെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വിഷയമുണ്ട്? ഉണ്ട്. ഞാൻ ജയിലിൽ പോയ വിഷയം, ഞാൻ ജയിലിൽ പോയി വന്ന ശേഷം ഉണ്ടായിരുന്ന ആ വിഷയം. പക്ഷെ ഞാനതാണ്. അപ്പം നമ്മുടെ ഏറ്റവും ഞാൻ നേരത്തെ പറയാം, നമുക്ക് എപ്പോഴും ഒരു ബാക്കിലോട്ട് സഡൻലി നമ്മളൊന്ന് സ്റ്റക്കായി നിന്ന് പോകുന്നത് നമുക്ക് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആളുകളില്ലാതാകുമ്പോഴാണ്. നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരം കേൾക്കുവാനും അത് ജഡ്ജ് ചെയ്യാതെ കേൾക്കുവാനും പറ്റുന്ന ഒരാൾ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ അച്ഛൻ്റെ അടുത്താണ് എല്ലാ കാര്യവും സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛനോടാണ് എല്ലാ കാര്യവും ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന അച്ഛനാണ്. വേറൊരാൾക്കിന് അങ്ങനെ അറിയുമെന്നുള്ള എൻ്റെ ജീവിതത്തിലുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ,
ഇങ്ങനെയല്ലേ അച്ഛൻ അപ്പം ഞാൻ കാരണം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എനിക്കതിൽ ഞാൻ എന്താ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അപ്പം എൻ്റെ വിഷമം ആ സാധനത്തിന് ഒറ്റ നിമിഷം കൊണ്ട് അച്ഛൻ മാറ്റി വെച്ചാൽ നീ കോടിയേരിയുടെ മകനായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം പിന്നെ ഞാൻ ഇത് പറഞ്ഞാൽ വീണ്ടും കുറച്ച് വൈകാരികമായി ഇപ്പോൾ അത് വിട്ടേക്ക് അത്ര വൈകാരികതയിലേക്ക് പോകണ്ട. പിടിക്കണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയേന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിനീഷിന്റെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം ആക്റ്റീവായിട്ട് മുന്നോട്ട്, അതായത് എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഇടാത്ത ഒരു ദിവസം പോലും ഇല്ലെന്ന് ഗുളിക കഴിക്കുന്ന ഓരോ മരുന്നിരുന്ന് അതും വളരെ കെയർഫുൾ ആയിട്ട് ഈ കാർഡൊക്കെ എടുത്തിട്ട് അത് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഒരു പോസ്റ്റ് ഇടുന്നു, അതിന് പ്രത്യേക ക്യാപ്ഷൻ കൊടുക്കുന്നു, വലിയ എഫേർട്ട് എടുത്തിട്ടാണ് സോഷ്യൽ മീഡിയ പല പല വിഷയങ്ങളെ തൊടാത്ത ഒരു വിഷയം പോലും ഇല്ല. പ്രത്യേകിച്ച് സർക്കാരിനെ വിമർശിക്കുന്ന കാര്യമാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് എങ്ങനെ എത്തി, അതിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് ഞാൻ നേരത്തെ എത്തുമ്പോൾ സോഷ്യൽ മീഡിയ വന്ന കാലം തൊട്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, സാധാരണ ഉണ്ടായിരുന്ന ഒരു 2006, 2008 വരെയുള്ള കാലഘട്ടത്തിലൊന്നും മെയിൻ സ്ട്രീം മീഡിയാസ് പറയുന്നത് എന്തോ അല്ലെങ്കിൽ പത്രങ്ങൾ പറയുന്നതെന്തോ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നെ കൊണ്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് ഒരു മെയിൻ സ്ട്രീം മീഡിയ പറഞ്ഞാൽ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി എനിക്ക് വേദിയില്ല. പത്രം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ തിരിച്ചു പറയാൻ വേണ്ടി എനിക്കൊരു വേദിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉള്ള കാലഘട്ടം എന്താ, ഈ പറയുന്ന ഏത് മെയിൻ സ്ട്രീം മീഡിയക്കും എന്തും ആരെക്കൊണ്ടും പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പം ഇങ്ങനെ വന്നാൽ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റിൻ്റെ അകത്ത് ആ വാർത്ത പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ, തെറ്റാണെങ്കിൽ. അപ്പം നേരത്തെ ആ സ്പേസ് ഇല്ല. അപ്പം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന പുതിയ ഏജൻസിയുടേത് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മീഡിയാസിൽ വരുന്ന കാര്യങ്ങളെക്കാളും സോഷ്യൽ മീഡിയയാണ് ആളുകൾ ആശ്രയിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഭയങ്കരമാണ്, എക്സ്, ഇതൊക്കെയാണ് വലിയ രീതിയിൽ എന്താണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയൻ്റെ ഒരു പവർ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. സുക്കറാണ് ഡോളറൊക്കെ തന്നു തുടങ്ങി. സുക്കറാണ് ഡോളർ തരാൻ വേണ്ടിയിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്യാൻ നോക്കി. പക്ഷേ 2 പ്രാവശ്യം പോയപ്പോൾ പിന്നെ അത് വേറൊരു വള്ളിയായി മാറും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലോട്ട് പിടിച്ചില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഫോളോവേഴ്സ് കൂടുതൽ. അല്ല, ഫോളോവേഴ്സ് കൂടുതൽ ഫേസ്ബുക്കിലായിരിക്കും, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ കുറച്ചുകൂടി ഞാൻ അത്ര യൂത്ത് ആണെന്ന് ഞാൻ തന്നെ കയറി പിടിക്കാം. ഇൻസ്റ്റാഗ്രാം പൂർണ്ണമായിട്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നില്ല. ഫേസ്ബുക്കിൽ ടീമല്ല, നമുക്കൊരു അഡ്മിനും കൂടെ ഉണ്ട്. അപ്പം ചില എഴുത്തുകൾ മുഴുവൻ ഞാൻ ചെയ്യും. പോസ്റ്റേഴ്സിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതുണ്ട്. അപ്പം അതാണ് വേറൊരു പള്ളി. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനെല്ലാം പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ഞാൻ വല്ലാതാ. അപ്പം നമ്മൾ അതിനെ തള്ളി പറയല്ലോ ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് കണ്ടുപോവുകയും അതിനെ എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യാം. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നാൽ ആദ്യം പറയുന്നത് ആ ഒരു മെസ്സി ഫാനായിരിക്കും നമ്മുടെ മുന്നിലിരിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു വേൾഡ് കപ്പിന്റെ ആവേശം? മെസ്സി ഫാൻ എന്നുള്ളതിനുപരി ഞാൻ അർജന്റീന ഫാനാണ്. സാധാരണ അർജന്റീന എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മെസ്സിയാണ്. ഈ പറയുന്നത് ഇപ്പം മെസ്സി ഈ പറയുന്ന പോലെ 2006 ആദ്യമായിട്ട് വേൾഡ് കപ്പ് ഡെബ്യൂ ചെയ്യുന്നു. 2006 ഡെബ്യൂ ചെയ്യുന്നതിന് മുമ്പ് 78 മരിയോ കമ്പസ് വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട്. 86 മറഡോണ അടിച്ചിട്ടുണ്ട്. അപ്പം മറഡോണ ആണ് നമ്മുടെ എല്ലാവരും ഐഡിയൽ. ഇപ്പം മെസ്സിയേക്കാളും എനിക്കിഷ്ടം മറഡോണ. എന്തായാലും മറഡോണയെ തന്നെയാണ്. ഇപ്പോഴത്തെ ടീമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെസ്സി അല്ലാണ്ട് മെസ്സി അല്ലെങ്കിൽ അർജന്റീനയുടെ ഒരു ഭാവി എങ്ങനെ ആയിരിക്കും? നിക്കോ പാസ്, ബാർക്ക, അൽമാഡ, ലിസാൻഡ്രോ പെരസ്, ലെറ്റോറോ മാർട്ടിനസ്, എത്ര പേര് വേണം? ഇതേപോലെ ഇത്ര ഈ പറയുന്ന പോലെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 94 മറഡോണ വിരമിച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങൾ വന്ന് വിരമിച്ചതിന് ശേഷം എനിക്ക് അർജന്റീന ഇപ്പോൾ വേർ ഈസ് മെസ്സി എന്ന് ആ സൗദി മാച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു കൊടുത്തതാണ്. അർജന്റീന എവിടെയും ചോദിച്ചപ്പോഴത്തേക്കാണ് പുതിയ താരം ചോദിക്കും തിരിച്ച് അർജന്റീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴോ ഇപ്പൊ അർജന്റീന ഇവിടെ വേറെ എന്താ സംശയം? അർജന്റീന തന്നെ ഇവിടെ വേറെ എവിടെയുള്ളത്? ഇപ്പൊ നടന്ന കളികളില് ഏറ്റവും നല്ല ഒരു ഗോൾ അടിച്ച ഒരു ടീം ഏതാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ആരാണ് ഏറ്റവും നല്ല ഗോൾ? കേബോ വെർദേന്റെ രണ്ടാമത്തെ ഗോള് സിഡ്നി ഗബ്രിയൽ അടിച്ച ഗോളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈജിപ്തുമായിട്ടുള്ള മാച്ചിന് ശേഷം മെസ്സി ഫിഫ ബോയ് ആണ് എന്ന തരത്തിൽ അങ്ങനെ ഒരു ചർച്ചകളൊക്കെ നടത്തുന്നത്. ഈ പറയുന്ന പോലെ 2022 37 കൊല്ലം അർജന്റീനക്ക് കപ്പില്ല. 37 കൊല്ലം ഒരു ടൈറ്റിലും അർജന്റീനക്കില്ല. അന്ന് ഈ പറയുന്ന പോലെ മെസ്സി 2006 വന്നു, അന്നേരവും കപ്പില്ല. 2022 മെസ്സി വന്ന് കപ്പ് അടിച്ചതിന് ശേഷം മെസ്സി ഫിഫ പോയി. അതിന് ശേഷമുള്ളായിരുന്ന കപ്പ് അടിക്കാതിരുന്നപ്പോഴത്തൊക്കെ ഈ പറയുന്ന ഫിഫ നല്ലത്, റഫറിമാർ നല്ലത്, എല്ലാവരും നല്ലത്. പക്ഷേ മെസ്സിയുടെ അടുത്തുള്ള വിരോധം എന്ന് വെച്ചാൽ ടാലൻറ്റിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, ഇപ്പം നമ്മൾ ഫാൻ ഫൈറ്റ് പറയുമ്പോൾ എന്താ പറയുക, മോഹൻലാൽ, മമ്മൂട്ടി,
വിജയ് അജിത്ത് എന്നൊക്കെ പറയുന്ന പോലെ, കമലഹാസൻ രജനീകാന്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇതുള്ളൂ. ഇവർ തമ്മിലൊക്കെ നല്ല സൗഹൃദമായിരിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു ഫാൻ ഫൈറ്റ്സിൽ വരുമ്പോഴത്തേക്കിങ്ങനെ ടാലൻസ് തമ്മിലാണ് ഫൈറ്റ്സ് വരുന്നത്. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിയും തമ്മിലാണ് ഫൈറ്റ് വരുന്നത്. ആ ഫൈറ്റ്സിനെ നമ്മൾ എങ്ങനെ കാണും? ഇപ്പം കുറേ പേർക്ക് റൊണാൾഡോനെ ഇഷ്ടമായിരിക്കും, കുറേ പേർക്ക് മെസ്സിനെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ആരുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ നിങ്ങൾ ആത്യന്തികമായിട്ട് ഫുട്ബോൾ ഫാൻ ആയിരിക്കണം. ആത്യന്തികമായിട്ട് നിങ്ങൾ ഫുട്ബോൾ ഫാൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മെസ്സിനെ ഇഷ്ടമാണ്, മെസ്സിന് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരെ വേണമെങ്കിൽ ഇഷ്ടപ്പെടാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇപ്പം അർജൻറ്റീനയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അർജൻറ്റീന അങ്ങനെ തകർന്നു പോകുന്നില്ല. ഇപ്പം മെസ്സി നാളെ പോയാലും ഇതിന് പുതിയ താരോദയങ്ങൾ വരും. മറഡോണ പോയപ്പോൾ ഏറ്റവും വലിയ കളിക്കാരൻ വന്നില്ലേ, റിക്കോൽമി വന്നില്ലേ, ബാറ്റിസ്റ്റൂട്ട വന്നില്ലേ, ക്രെസ്പോ വന്നില്ലേ, കനീജ വന്നില്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു. അപ്പൊ അതിപ്പോ ചോദിക്കാൻ കാരണം ആ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഗോളും അതുമായിട്ട് ആ ഗോളിൻ്റെ അകത്ത് നമ്മളിപ്പം പുതിയ സിസ്റ്റം വാർ. ഇപ്പോൾ വാർ സിസ്റ്റം നല്ലതാണെന്ന് ചോദിച്ചാൽ വാർ സിസ്റ്റം പൂർണ്ണമായും അംഗീകരിക്കുന്നത് അല്ല എന്നുള്ള എൻ്റെ പക്ഷം. വാർ പൂർണ്ണം ഇപ്പം റെഫറി തന്നെയാണ്. ഇപ്പം റെഫറിക്ക് എല്ലാം ഒന്നും ടാക്കിളൊന്നും കാണാൻ പറ്റില്ല എന്നേ. റെഫറി ഇപ്പം ഒരു ടാക്കിൾ ഇപ്പം ചില കളികളിലൊക്കെ ഇപ്പം യൂറോപ്സിൻ്റെ കളിക്കുന്ന കളികളിലൊക്കെ ടാക്കിൾസ് കുറവായിരിക്കും. പക്ഷേ ലാറ്റിൻ അമേരിക്കൻസ് കളിക്കുന്ന കളികളിലൊക്കെ ടാക്കിൾസ് കൂടുതലായിരിക്കും. അപ്പം ഓരോ സമയത്തും വിസിലടിച്ച് നിർത്തേണ്ടി വരും കളി എന്നുള്ള. അപ്പോൾ കളിയുടെ ഫ്ലോ കളയാതെ ഒരു റെഫറിക്ക് ഓൺ ഗ്രൗണ്ട് റെഫറിക്ക് അത് നോക്കാമല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം വാർ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അത് ഗോൾ അല്ലാതായി മാറിയത്. റെഫറി അതിന് ഗോളല്ലാതെ അല്ല വിളിച്ചത്. അതാണ് നമ്മളിപ്പോൾ പറയുന്നത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഗോളല്ല എന്ന് പറഞ്ഞത് റെഫറി അല്ല, അത് വാറാണ് പറഞ്ഞത്. റെഫറി അത് കൃത്യമായിട്ടും കളിയുടെ ഫ്ലോ കളയാതെ ആ കളിക്കാൻ വേണ്ടി സമ്മതിക്കുകയാണ് ചെയ്തത്. പക്ഷെ ചാനലിലേക്ക് കൊടുത്തു വിടണം. ഇപ്പൊ നമ്മള് ബ്രസീൽ പുറത്തായപ്പോ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് രാജിവെച്ചു, വിരമിച്ചു. വിരമിച്ചു. അപ്പം അതിനെങ്ങനെയാ, അതായത് ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പുറത്തുപോയി എന്ന് പറയാം. ഒരുപാട് ഇതിഹാസങ്ങൾക്ക് ലോകകപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പം റൊണാൾഡോക്ക് ഇപ്പം കിട്ടിയിട്ടില്ല, നെയ്മർക്ക് കിട്ടിയില്ല. ക്രോയ്ഫ് നെതർലാൻഡ് ഏറ്റവും വലിയ കളിക്കാരനാണ്, വളരെ വലിയ കളിക്കാരനാണ്, ക്രോയ്ഫിന് കിട്ടിയില്ല. അതുപോലെ പ്ലാറ്റിൻ കിട്ടിയത് എനിക്കറിയില്ല, പ്ലാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കണം. പ്ലാറ്റിൻ കിട്ടിയില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം വലിയ ഇതിഹാസങ്ങളായിട്ടുള്ള ആളുകൾക്കൊന്നും ഇതേപോലെ തന്നെ വേൾഡ് കപ്പ് നേടുവാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിഹാസങ്ങളല്ല, അവരുടെ ഫുട്ബോളൊന്നും എല്ലാം നിരാകരിക്കപ്പെടുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല റൊണാൾഡോനെ ഫുട്ബോൾ ഓർമ്മിക്കുന്നത്. നെയ്മറിന് വേൾഡ് കപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല നെയ്മർ ഓർമ്മിക്കുന്നത്. നെയ്മർ നമുക്ക് ഫുട്ബോളിന് നൽകിയ ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്ത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളതൊരു ഹാപ്പി മൂഡിൽ ഈ പറയുന്ന പോലെ ആ ഒരു ഫൺ മൂഡിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നെയ്മറൊക്കെ കാരണം 34 വയസ്സിൽ ആവുന്നേ ഉള്ളൂ. മെസ്സിക്ക് 39 വയസ്സായി. അപ്പം ഒരു ടേമും കൂടി നെയ്മറിന് നിൽക്കാം. പക്ഷേ നെയ്മറിൻ്റെ ഒരു ഫിസിക്കൽ പ്രശ്നമുണ്ട്. നെയ്മറിൻ്റെ അത്രയും ഒരു ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് നെയ്മർ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ. കാരണം എനിക്ക് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതൊക്കെ അർജന്റീന നമ്മള് വിഷയത്തിൽ നിന്നും തെന്നി മാറി. അപ്പൊ നമ്മള് നെയ്മർ വിരമിച്ച് പറഞ്ഞ പോലെ പൊളിറ്റിക്സിലും അത്തരത്തിൽ നേതൃമാറ്റങ്ങൾ വിരമിക്കലുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല അത് പറഞ്ഞോ. അല്ല, തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ വിരമിക്കേണ്ടതുണ്ടോ? അല്ല, ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഒരു തോൽവി കൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ടതല്ല. അപ്പോൾ തോൽവി കൊണ്ട് നമ്മൾ തിരിച്ചു വരികയല്ലേ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നെയ്മറിൻ്റെ കാര്യം പറയാം. ഈ ഒരു ഇതുള്ളത് കൊണ്ട് നെയ്മർ പിരിഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടിരുന്നത്, നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്യുന്നത്. ആ തോൽവി തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളൊരു നീണ്ട കാലം എടുത്തില്ലേ? ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. അല്ല, അത് അക്സെപ്റ്റ് ചെയ്യാത്ത അതൊരു വൈകാരികതയല്ലേ, ഇപ്പൊ ഒരു ഇമോഷണലി ഫീൽ അല്ലേ. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഓഫ് കോഴ്സ് ഇല്ലേ. ഇപ്പൊ നമ്മൾ അർജന്റീനയെ തോറ്റാൽ നമുക്ക് വിഷം വരില്ലേ, പോർച്ചുഗൽ തോറ്റാൽ നമുക്ക് വിഷം വരില്ലേ. നമ്മൾ ഇത്രയും പ്രവർത്തിച്ച പാർട്ടി, ഇതൊരു വല്ലാത്ത വിഷമല്ലേ. നമ്മള് ഇപ്പോ എന്ത് പറഞ്ഞാലും ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുക എന്നുള്ള ഒരു ലൈനിൽ തന്നെയാണ് ആ പാർട്ടി പോകുന്നതെന്ന് പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാനും തിരുത്താനും തയ്യാറായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലേ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഈവൻ ആ തോൽവി വന്നതിന് ശേഷം ഇപ്പം എം സ്വരാജ് ആണെങ്കിലും ഇട്ട ഒരു പോസ്റ്റ് അർഹിക്കാത്ത തോൽവി എന്നായിരുന്നു. അത് ശരിക്കും പാർട്ടി അർഹിക്കാത്തൊരു തോൽവിയായിരുന്നു. അല്ല, അങ്ങനെയല്ല. അതിപ്പോൾ നമ്മൾ ചില ടെർമിനോളജികളുണ്ട്. നമ്മളിപ്പോൾ ചില നിർഭയമായും സ്വതന്ത്രമായും എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ എന്താ ധരിക്കുക, ഇത്രയും കാലം ഭയത്തോട് കൂടിയിട്ടാണ്, ഇത്രയും നാളും സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് എന്നൊക്കെയല്ലേ നമ്മൾ ധരിക്കുക. ഇത് അർഹിക്കാത്ത പരാജയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയ കാര്യം എന്ത്, അതാണല്ലോ തോൽവി കാരണം.
ഞങ്ങൾ എന്താ വിചാരിച്ചത്, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ജനങ്ങൾ ഇങ്ങനെ മറ്റേ ശങ്കരാടി പറഞ്ഞ ഷുറാന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ധരിച്ചുള്ളത്. അപ്പോൾ അത് സംഭവിച്ചില്ല. അപ്പോൾ സംഭവിക്കാത്തതിന് ഞങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റി? അപ്പം ഞങ്ങൾക്ക് അപ്പം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മെക്കാനിസം ആയിരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തോറ്റത് എങ്ങനെയെന്നുള്ള വിലയിരുത്തുന്നത്, ഞങ്ങളുടെ മെക്കാനിസം ആയിരിക്കില്ല BJPയുടെ മെക്കാനിസം എങ്ങനെയുള്ളത്. അപ്പോൾ ഓരോ പാർട്ടിക്കും ഓരോ രീതിയിലാണ് അതിനെ ഉണ്ടാക്കുന്നത്. ഈ പാർട്ടിയുടെ തോൽവി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ബിനീഷ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജനവിധി എന്ന് പറയുന്നത് പാർട്ടിക്ക് എതിരല്ല, അതൊരു വ്യക്തിക്ക് എതിരെ എന്നുള്ള ഒരു രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ എവിടെയോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന്റെ കാര്യം ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെയായിരിക്കണം ഒരു സമൂഹത്തിൽ. ഇപ്പൊ അതാണ് സോഷ്യൽ മീഡിയ, നമ്മൾ പറയുന്ന രീതിയിലാണോ സോഷ്യൽ മീഡിയ നമ്മൾ പറയുന്ന വാചകങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഡിലീറ്റ് ചെയ്ത സാധനമാണെങ്കിൽ അത് സ്പ്രെഡ് ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. അതിപ്പം വേറെ പോയ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താക്കാൻ അത് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പം ഞാൻ അതാ പറയാം, നമ്മളെ പാർട്ടിയുടെ പോലത്തെയുള്ള പാർട്ടിക്ക് പല രീതിയിലുള്ള മെക്കാനിസം ഉണ്ട്. ഇപ്പം നമ്മളെ പാർട്ടിക്ക് എന്താ, അപ്പം എനിക്കത് തെറ്റാന്ന് തോന്നിയാൽ ഞാനത് സ്വയം തെറ്റാന്ന് പറയണം. ഞാനത് സ്വയം തെറ്റാന്ന് പറഞ്ഞിട്ടാണ് പിൻവലിച്ചത്. അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ ആ പറഞ്ഞ വാചകങ്ങൾ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാനത് സ്വയം തെറ്റാണെന്ന് പറഞ്ഞിട്ട് എത്ര കാര്യങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ലൈഫിൻ്റെ അകത്ത് തെറ്റ് പറ്റാതിരിക്കുമോ? ഇപ്പോൾ ബാനുവിൻ്റെ ലൈഫിൽ തെറ്റ് പറ്റാതെയാണോ ഇത്രയും എത്ര വർഷം വയസ്സ് ചോദിക്കുന്നില്ല, തെറ്റ് പറ്റിയിട്ടില്ലേ? എത്ര തെറ്റുകൾ നമ്മുടെ ലൈഫിൽ, നമ്മൾ ഡെയിലി തെറ്റുകൾ പറ്റില്ലേ? എനിക്ക് അങ്ങനെ പൊതുജനങ്ങളോട് ചെന്നിട്ട് പരസ്യമായിട്ട് പറയേണ്ട ഒരു ഫേസ് എനിക്ക് അല്ല, ഞാൻ പറയുന്നത് ആർക്കായാലും അതിലാണ് നമ്മൾ ധൈര്യം കാണിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് തെറ്റ് പറ്റിയെന്ന് പൊതുമധ്യത്തിൽ ഞാൻ പറയുന്നില്ലേ, ആ ധൈര്യം എനിക്ക് എവിടെ കിട്ടിയ? ഈ പാർട്ടിക്കകത്ത് കിട്ടിയതാ. കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് എന്ത് അങ്ങനെ ഒരു ക്ഷീണം പറ്റി, അപ്പം അത് വളരെ ഗൗരവത്തോടെ വിലയിരുത്തപ്പെടുന്ന വളരെ ഏറ്റവും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ പറയുന്ന പോലെ അടിത്തറ ഇളകി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ തോൽവി. സത്യം, അടിത്തറ തകർന്നിരിക്കുന്നു പാർട്ടിയുടെ എന്ന് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്കോ തോന്നുന്ന രീതി തന്നെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടിത്തറ തകർന്നേ എന്ന് പറഞ്ഞിരിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അത് ആ അടിത്തറ കൂട്ടി ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന പാർട്ടി വേറെ ഏതാണുള്ളത്? കോൺഗ്രസിന് തെറ്റ് പറ്റിയിട്ട് ഇന്നേവരെ, അവർക്ക് ഇന്നേവരെ ഒരു തെറ്റും പറ്റിയിട്ടില്ലാത്ത പാർട്ടികളാണ്. BJPക്ക് ഇന്നേവരെ ഒരു തെറ്റ്. അങ്ങനെ യോജിപ്പിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഈ കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും എന്തുകൊണ്ട് നമ്മളൊന്ന് സംസാരിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ നിർത്താൻ പറ്റിയില്ല എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് അവിടെ. അതെ, ആ പാർട്ടിക്കകത്ത് അവർ ഇത്രയും വർഷം പ്രവർത്തിച്ച പാർട്ടി, അവർ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പാർട്ടിക്കകത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് തോന്നുന്നു ഈ പാർട്ടി എൻ്റെ അടുത്ത് നീതി കാണിക്കുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ വൈകാരികതയെക്കാളും വലുതാണ് പാർട്ടി എന്നുള്ള രീതിയിലല്ല അവർ കണ്ടത്. അവർ വിചാരിച്ചെന്താ, ഞാൻ കണ്ട പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി, ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി, അതിൽ നിന്ന് പാർട്ടി മാറി സഞ്ചരിക്കുന്നു എന്നൊരു തോന്നലിൻ്റെ പുറത്ത് അവർ പറയാം. അവർ കാലാകാലങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് മാറിയിരിക്കുന്ന ആൾക്കാരല്ല, അവർ തിരിച്ചു വരുന്നേ. ഇവർ ഈ പാർട്ടിക്കകത്ത് പോയാൽ തിരിച്ചു വരാൻ വർഗവഞ്ചകൻ എന്ന് പല ആളുകളും പറയാം. അതൊക്കെ നമ്മൾ ഈ പാർട്ടിക്കകത്ത് നിന്നും പാർട്ടിക്കകത്ത് നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടെർമിനോളജി ഇതൊക്കെ സ്ഥായിയായിട്ട് അങ്ങനെയാണെങ്കിൽ MBRന്റെ അവസാന കാലത്ത് MBR തിരിച്ചു വരാം, KR ഗൗരിയമ്മ വെറുതെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഞാൻ വളരെ ഇതായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേതൃത്വത്തിനെതിരെ ഭയങ്കര വിമർശനം ഉണ്ടായല്ലോ. അപ്പം ഒരു നേതൃമാറ്റം ആവശ്യമുണ്ടോ? നേതൃമാറ്റം വേണോ വേണ്ടയോ പാർട്ടി ചർച്ച ചെയ്യും. ഇപ്പം നമ്മുടെ പാർട്ടിക്കകത്ത് ഇപ്പോൾ കോൺഗ്രസിനെ പോലെ നാളെ വന്നിട്ട് ഹൈക്കമാൻഡ് പറയുന്നത് ഇതാ ഇനി മാറിയിട്ട് ഓനിരിക്കും എന്ന് പറഞ്ഞാൽ നടക്കൂല. ഇതിൻ്റെ അകത്ത് ഈ പാർട്ടിക്കകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതാ ചോദിക്കും, ഇത് എന്ത് സിസ്റ്റം നിങ്ങളെന്ന് ചോദിച്ചാൽ പറയും, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ, ഞങ്ങൾ ഇപ്പോൾ ജയിച്ചാലും ഞങ്ങളുടെ സിസ്റ്റം ഇതാ, ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചയുടെ രീതി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ നേതൃമാറ്റം വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടി ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു നേതൃമാറ്റം വേണമെന്നാണെങ്കിൽ നേതൃമാറ്റം ഉണ്ടാവും, നേതൃമാറ്റം വേണ്ട എന്നാണ് നേതൃമാറ്റം ഉണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പം പല പ്രവർത്തകരും പലരും പറഞ്ഞു പണ്ട് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ബിനീഷ് കോടിയേരിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതിന് കൂടെ ആഡ് ചെയ്യണേ, അന്ന് ഒരേ ഒരു കോടിയേരി എന്ന് പറഞ്ഞിട്ട് ബിനീഷ് ഒരു പോസ്റ്റും കൂടെ അല്ല, അത് ഇപ്പം എന്താ പറയുക, ഇപ്പം കോടിയേരി ഇപ്പം അച്ഛനെ സംബന്ധിച്ചിട്ട് പാർട്ടിക്കാർക്കിടയിലുള്ള ഒരു വൈകാരികതയാണ്. അച്ഛൻ എങ്ങനെയായിരുന്നു ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വന്നപ്പം അവരോട് ഇടപെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പം അത് എങ്ങനെയാണ് തീർത്തിട്ടുള്ളതും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഒരു ചിന്ത പങ്കുവെക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്ത വെക്കുമ്പം കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു മോശം കാര്യമല്ലല്ലോ, നല്ല കാര്യമല്ല. അല്ല, അങ്ങനെയല്ല. അത് അവർ പറയുമ്പോൾ ഈ അണികൾക്കിടയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം
അഭിപ്രായം വരുന്നത്. അതായത് കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ ഒരു ക്രൈസിസ് മാനേജർ ഉണ്ടായിരുന്നു പാർട്ടിക്ക്. കോടിയേരി പോയപ്പോൾ അങ്ങനെ ആളുകളെ ചേർത്ത് പിടിക്കാൻ ഒരാൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം അണികൾക്കിടയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പം ബിനീഷിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിന് ഒരാൾ ആ പാർട്ടിയിലില്ലാന്ന്? ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കെന്ത് തോന്നുന്നുള്ളതല്ല, അണികൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പാർട്ടി അഡ്രസ്സ് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അണികളുടെ വൈകാരികത കേൾക്കാത്ത പാർട്ടി ഒന്നും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ മടി കാണിക്കുന്നു. നല്ല മടിയുണ്ടല്ലോ. എന്താ അതെന്താ? ഞാൻ ഈ പാർട്ടിക്കകത്തുണ്ട്. ആ ഒരു അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണോ അതോ വ്യക്തിപരമായ അഭിപ്രായമാണോ പല വേദികളിലും പറയുന്നത്? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, ഇപ്പൊ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പേസ്. ഇ.ഡി കേസിൽ നോക്കുവാണെങ്കിൽ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയില്ല, പാർട്ടി നിലപാടാണ് ഞാൻ പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിരുന്നു. അതെ, അതാണ് പാർട്ടിക്കപ്പുറം ബിനീഷ് ഇല്ല എന്ന് തന്നെയാണോ? ഏതാ പാർട്ടിക്കപ്പുറം ബിനീഷ് ഇല്ല എന്നാണോ? പാർട്ടിക്കപ്പുറം ബിനീഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. എന്തുകൊണ്ട് ഇല്ല, കാരണം അച്ചടക്കമുള്ള കുട്ടിയായിട്ട് പോകാനാണ്. അതെന്താ അറിയാം, ഇപ്പൊ എന്താ പറയാ, ഞാൻ ഒരു ടേമും കൂടി പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരണകൂട കേന്ദ്രീകൃതവും വ്യക്തി കേന്ദ്രീകൃതവും ആവരുത്. ഇതാണ് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. ഇപ്പോൾ മനസ്സിലായോ എന്നുള്ളത്? ഭരണകൂട കേന്ദ്രീകൃതവും ആവരുത്, വ്യക്തി കേന്ദ്രീകൃതവും ആവരുത് പാർട്ടി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊക്കെ മാറി ചിന്തിക്കാൻ പറ്റും. ഈ പാർട്ടിയിൽ നിന്നും ഒരു മാറി ചിന്തിക്കേണ്ട സാഹചര്യമുള്ളൂ. അപ്പോൾ ചോദിക്കാം, ഇപ്പം അപ്പോൾ എന്താ അപ്പം ഭരണകൂട കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല CPM. ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ്. ഈ വ്യക്തി കേന്ദ്രീകൃതം ആയിട്ടില്ല എന്ന് അതെ, പറയുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പിണറായി കേന്ദ്രീകൃതം ആയി പോയി എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിണറായി സഖാവെന്നൊന്നും അത് ചോദിക്കാൻ കാരണം ഇപ്പോ ബിനീഷിന്റെ അംഗത്വം പുതുക്കുന്ന കാര്യമാണെങ്കിൽ അതൊരു 4 പ്രാവശ്യം തള്ളി, പിന്നെ പിണറായി വിജയൻ ഇടപെടുന്നു, അതവിടെ സോർട്ട് ആവുന്നു. ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് വേറെ അതൊരു തെറ്റിദ്ധാരണ. പിണറായി സഖാവ് അല്ലെന്നല്ല, പാർട്ടിയുടെ അപ്പൊ സഖാവ് ഇടപെട്ടിട്ടില്ലേ ബിനീഷിന്റെ അംഗത്വത്തിന്റെ കാര്യത്തിൽ? അത് പാർട്ടി സെക്രട്ടറിയാണ്. അത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അതൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ബിനീഷ് കോടിയേരിക്ക് അംഗത്വം തരാതിരിക്കുകയും പിണറായി സഖാവ് ഇടപെട്ടിട്ട് പിറ്റേ ദിവസം അങ്ങനെയൊന്നും തരാൻ പറ്റുന്ന പാർട്ടിയല്ല ഇത്. ഇന്ന് വിചാരിച്ചാൽ നാളെ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുമെന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അത്ര ഇട്ട് വലിച്ചിട്ട് പെട്ടെന്ന്? അല്ല, അത് പാർട്ടിയുടെ, ഞാൻ പറഞ്ഞേ, അങ്ങനെ പാർട്ടി എടുത്തതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതിപ്പോൾ എന്ത് കാര്യം എന്നുള്ളത് ഞാൻ ചോദിക്കേണ്ടത് എവിടെയാ? എൻ്റെ പാർട്ടി കമ്മിറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അത് പാർട്ടി സെക്രട്ടറിയാ തീരുമാനിച്ചു. കുറ്റവിമുക്തനായി 3 കൊല്ലം കഴിഞ്ഞിട്ടും പാർട്ടി മെമ്പർഷിപ്പ് തരാത്തതിന് പിന്നെ കാരണമില്ലെന്നാണോ? അല്ല, കേസ് ഉണ്ടെങ്കിലും പാർട്ടി മെമ്പർഷിപ്പിന് എന്താ പ്രശ്നം? അങ്ങനെ കേസുള്ള ആളുകൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കൂല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര പേർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവും? അതാ ഞാൻ പറഞ്ഞത്. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സിസ്റ്റത്തിന്റെ അകത്ത് നിന്ന് പാർട്ടി എടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് എന്നിട്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയോ? അതല്ലേ നോക്കണ്ടത്. ഞാൻ റിസ്ക് ആണല്ലോ. അത് പാർട്ടി നേതൃത്വത്തോടും ചോദിക്കണം. ഞാൻ എന്ത് വളരാൻ? അല്ല, എന്റെ വളർച്ചയുണ്ടെങ്കിൽ, എനിക്കൊരു വളർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ വളർച്ചയല്ലേ, അല്ലാതെ എനിക്കെന്ത് വളർച്ച? പാർട്ടിയുടെ ഭാഗമായിട്ട് അച്ഛന്റെ ലെഗസി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത അങ്ങനെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, കോടിയേരിയുടെ ലെഗസി എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, ഈ പറഞ്ഞതിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക, നല്ല രീതിയിൽ ആളുകളുടെ അടുത്ത് പെരുമാറുക, നല്ല രീതിയിൽ ആളുകളെ സ്നേഹിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിലേ പോകുള്ളൂ. അച്ഛൻ്റെ ഒരു പൊളിറ്റിക്സിന്ന് മനസ്സിലാക്കുന്നത്, അച്ഛൻ്റെ ഒരു പൊളിറ്റിക്സിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ മാധ്യമങ്ങളോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അതുപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബെസ്റ്റ് ലിസണർ, ഏറ്റവും നല്ല കേൾവിക്കാരനാണ്. ഇപ്പം നമ്മളൊരു കാര്യം പോയിട്ട് പറയുമ്പം, ഇപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയിട്ടൊരു കാര്യം പറയുന്ന കാര്യം ചിലപ്പോൾ ഞാൻ ഒരു 5ാമത്തെ ആളായിരിക്കും അത് പറയുന്നത്. അച്ഛൻ ആദ്യമേ കേട്ടു, പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അത് കേൾക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യും. ഒരു നല്ല കേൾവിക്കാരനാണ് കോടിയേരി. അച്ഛനായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയുന്ന ഒരാളാണ് പിണറായി വിജയൻ. മരണസമയത്തൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ബിനീഷിന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ സുഹൃത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാത്സല്യങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങൾ എന്താണ്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഇപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നതാണ്. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി ഇപ്പം ഈ പറയുന്ന പോലെ വിജയേട്ടൻ സെക്രട്ടറിയും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ തമ്മിൽ കാണുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പണ്ടൊക്കെ ഞങ്ങൾ ഈ അഖിലേന്ത്യ മറ്റേ നമ്മുടെ പാർട്ടി കോൺഗ്രസ് വരുമ്പം ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ യാത്ര ചെയ്യലും. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത്. 3 വർഷത്തിലൊരിക്കലേക്കുള്ള ഒരു വെക്കേഷൻ എന്ന് പറയുന്നതാണ്.
അപ്പോൾ ആ സമയത്തൊക്കെ വിജയൻ്റെ ഞാനും ഞങ്ങളുടെ ഫാമിലിയും വിജയൻ്റെ ഫാമിലിയും ജയരേട്ടൻ്റെ ഫാമിലിയും എല്ലാവരും ഒരുമിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ബന്ധമുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വാത്സല്യം കാണിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അത് കൂടെ നിൽക്കുമോ കൂടെ നിൽക്കാതിരിക്കുമോ എന്നുള്ളതൊന്നും അല്ലല്ലോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ല. എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടെ നിൽക്കുന്നത് ഒരു ഇഷ്ടമല്ല, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഞാനിപ്പം എനിക്കിപ്പോൾ ബാനു പറയുന്നൊരു കാര്യത്തിൻ്റെ അടുത്ത് ഭയങ്കരമായ വിരോധമുണ്ട്. ആ കാര്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കില്ല. പക്ഷെ എന്നുള്ളത് കൊണ്ട് ബാനുവിൻ്റെ വ്യക്തിത്വം എനിക്ക് ഇഷ്ടമില്ല എന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, മനുഷ്യരല്ലേ. ഈ പിണറായി വിജയൻ കൊടിയേരി എന്ന് പറയുന്നത് ഒരു നല്ല കോംബോ ആയിരുന്നു. അത് അവര് പിണറായി വിജയൻ എപ്പോഴും കൊടിയേരിനെ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ബ്രദർഹുഡൊക്കെ ഭയങ്കരമായിട്ട് പാർട്ടിക്കിടയിലാണെങ്കിലും ജനങ്ങൾക്കിടയിലാണെങ്കിലും ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടതാണ്. അതുപോലെ ഒരു ബ്രോക്കോഡ് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ബിനീഷിന് ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ നിന്നോ ഓപ്പോസിറ്റ് ഉള്ള പാർട്ടിയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല? ഇഷ്ടംപോലുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യും. ഇപ്പൊ ഷംസീർ അത്രയും നമുക്ക് ലൈക്ക് എ ബ്രദർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ടി വി രാജേട്ടൻ നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് പറ്റുന്ന ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ. യൂത്തായിട്ട് കുറെ നേതാക്കൾ ഇങ്ങനെ വളർന്നു വരുന്നത്. അതൊക്കെ എന്റെ സമപ്രായക്കാരാണ്. അവരൊക്കെ എന്റെ സമപ്രായക്കാരാണ്. ചാണ്ടിയുമ്മനുണ്ട്. അതൊക്കെ എന്റെ ലൈക്ക് ഷോൺ ലൈക്ക് മൈ ബ്രദർ, ചാണ്ടി ലൈക്ക് മൈ ബ്രദർ. ഷോൺ ജോർജ് ഇപ്പോഴും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടോ? അല്ല, ഷോൺ പഴയ പോലെ നമ്മള് പഴയ കണ്ട ഇടതുപക്ഷത്തിന് ഒരാള് നമ്മളെടുത്ത് ബാനു ഞാനും നല്ല ഫ്രണ്ട്സാണ് എന്ന് വിചാരിക്കാം. ഞാനും നല്ല ഫ്രണ്ട്സ്, ഞാൻ നല്ല ഫ്രണ്ട്സായിട്ട് നമ്മളിങ്ങനെ പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ ബാനു ഒരു തീരുമാനം എടുക്കുന്നു. ബാനു ഈ പറയുന്ന മീഡിയ വാൻ വിട്ട് വേറൊരു ചാനലിലേക്ക് പോകണം എന്ന് തീരുമാനം എടുക്കുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ മീഡിയ വിട്ട് ഒന്ന് പോയില്ല, ഞാൻ എൻ്റെ അടുത്തിന് മിണ്ടൂല എന്ന് പറയുക ചെയ്യേണ്ടത്. അല്ല, ഷോൺ ജോർജ് സ്ഥിരമായിട്ട് പാർട്ടിക്കെതിരെ പ്രസ്താവന, പാർട്ടിയെ തകർക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിൽ അവന്റെ രാഷ്ട്രീയമല്ലേ. ആ രാഷ്ട്രീയത്തോടൊപ്പം ഞാൻ നിൽക്കുന്നുണ്ടോന്നല്ലേ നോക്കണ്ടേ. ഇപ്പൊ ഷോൺ ജോർജ് എന്നുള്ള വ്യക്തി, ഷോൺ ജോർജ് എന്നുള്ള പേഴ്സൺ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ അവന്റെ രാഷ്ട്രീയം എൻ്റെ ഏറ്റവും വലിയ എനിമിയാണ്. ആ ആശയം, ആ ഐഡിയോളജിയെ ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നു. നാളെ ഷോൺ ജോർജ് ആ ഐഡിയോളജി അങ്ങനെ എന്തെങ്കിലും എതിർപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അതിൻ്റെ വേറെ മറ്റൊരു പാർട്ടിക്കകത്തൊരു സുഹൃത്തുണ്ടായാൽ അപ്പം തന്നെ ഈ പാർട്ടിക്കകത്ത് പിടിച്ചു. അങ്ങനെയല്ല, വർഗീയ പ്രസ്താവനകളൊക്കെ ഷോൺ ജോർജ് സ്ഥിരമായിട്ട് നടന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് ഞങ്ങളെ ഞാനും നിനു മോഹൻദാസും ഞാനും ഷോണുമാണ് ഒരുമിച്ച് നമ്മളെ വക്കീൽ ഉള്ള വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാനും നിനും പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഷോണ് പൂർണ്ണമായിട്ടും രണ്ട് വ്യത്യസ്ത ഐഡിയോളജി പിന്തുടർന്ന് ജീവിതത്തിൽ നിൽക്കുന്നതാണ്. ഇപ്പം അവൻ പിന്തുടർന്ന ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് BJPയുടെ ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി ഞങ്ങൾ പൂർണ്ണമായി എതിർക്കും. പൂർണ്ണമായി ശക്തിയായിട്ട് അവൻ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏത് കാര്യത്തിനെയും ഏറ്റവും മുന്നിൽ നിന്ന് അവനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ടാവും. സഖാവ് പിണറായിന്റെ മകള് വീണ വിജയനെതിരെയും അത്രയും നന്നായിട്ട് സംസാരിച്ച ആളാണ് ഷോൺ ജോർജ്. ആ ഭാഗമായിട്ട് ED റെയ്ഡ് വന്നപ്പോൾ അതിന്റെ വീട്ടിൽ ഫസ്റ്റ് പോയി നിന്നു ആരാ? ഞാനാ. അപ്പൊ അതാണ് ആ ഷോൺ ജോർജ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള എൻ്റെ സൈനാണത്. അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ബിനീഷിന് കേസ് വരുന്നത്. അപ്പം ആ സമയത്ത് പാർട്ടി എടുത്ത നിലപാടുണ്ട്, വ്യക്തിപരമാണ് ഈ വിഷയം എന്നുള്ളത്. പിന്നീട് വീണ ടിക്കെതിരെ അത്തരത്തിലുള്ള ഒരു കേസ് വന്നപ്പം അത് പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുകയും, എന്നുവെച്ചാൽ പിണറായി വിജയൻ അതിലൊരു സ്റ്റേക്ക് ഹോൾഡർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. വീണ ടി പാർട്ടി മെമ്പർ അല്ല എന്നാണ് അതും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഒരു വ്യക്തിക്കെതിരെയുള്ള അന്വേഷണം അത് എങ്ങനെയാണ് പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായിട്ട് വിലയിരുത്തപ്പെട്ടത്? പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായിട്ടല്ല പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ED റെയ്ഡ് വന്നപ്പോൾ ഉള്ള സ്ഥിതി എന്താ? ED റെയ്ഡ് വന്നപ്പോൾ ഉള്ള സ്ഥിതി എന്താ? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള സ്ഥിതി പിണറായി സഖാവിനെ അടക്കം തടവിൽ വെച്ചുകൊണ്ടാണ് റെയ്ഡ് നടത്തുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ പിണറായി സഖാവിൽ പ്രതിയല്ല, പിണറായി സഖാവിൻ്റെ ഒരു കുടുംബാംഗമാണ് ആ കേസിൽ പ്രതിയായിട്ടുള്ളത്. അങ്ങനെ പ്രതിയല്ലാത്ത പിണറായി സഖാവിനെ തടഞ്ഞു വെച്ച് പുറമേ ബന്ധപ്പെടാൻ പറ്റാത്ത മൊബൈൽ ഫോൺ അടക്കം തടഞ്ഞു വെച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്താ കരുതേണ്ടത്? ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതിനെതിരായിട്ടാണ് അവിടെ നിന്നത്. അതിനുശേഷം പിണറായി സഖാവിനെ വന്ന് പറഞ്ഞു ഇതല്ല അതിനുശേഷം പാർട്ടി പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവർ വ്യക്തിപരമായിട്ട് നേരിടുമെന്ന് പാർട്ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, റെയ്ഡ് മാത്രമല്ലല്ലോ, ഇതിനു മുന്നേ വീണ വിജയന്റെ കാര്യത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി പത്രിക ഇറക്കുകയും AK ബാലൻ വരെ വന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ബിനീഷിന് ഇതുപോലൊരു സപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല എന്ന് പരാതിയുണ്ടോ?
അങ്ങനെ അതാണ് നമ്മൾ ഈ അത് രണ്ട് കേസല്ലേ? രണ്ട് കേസായിട്ട് മാത്രമല്ല നമ്മളതിനെ കാണുന്നത്, എന്ത് രീതിയിൽ നമ്മളതിനെ കാണുന്നുള്ളൂ. ഇപ്പം ഈ പറയുന്നത് എനിക്ക് എന്തെങ്കിലും നൽകി, എനിക്ക് എന്തെങ്കിലും നൽകിയില്ല, അതുകൊണ്ട് എനിക്ക് നൽകാത്ത ഒരു സപ്പോർട്ട് മറ്റൊരാൾക്ക് നൽകിയതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കണം എന്നുള്ളതല്ല എൻ്റെ ലൈഫിൽ ഞാൻ പിന്തുടരുന്ന രീതി. എനിക്ക് എന്ത് നൽകിയാലും നൽകിയില്ലെങ്കിലും ഞാൻ ഇതിനോടൊപ്പം നിൽക്കും എന്നുള്ളതാണല്ലോ എൻ്റെ പാർട്ടി ബോധം എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തുനിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തയ്യാറാവുന്ന രീതിയിൽ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ടി ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കണം. ഒന്ന് ഭരണകൂട കേന്ദ്രീകൃതമായി നിൽക്കണം, ഒന്ന് വ്യക്തി കേന്ദ്രീകൃതമായി നിൽക്കണം. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് മാറിപ്പോകേണ്ട ഒരു സാഹചര്യമുള്ളൂ. അറ്റ് പ്രസന്റ് അങ്ങനത്തെ സംഭവം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും? തെറ്റാണ്. അന്നേരം താങ്കൾ തടഞ്ഞതൊക്കെ ഞാൻ അല്ല, കണ്ടു. അത് എന്തുകൊണ്ട് അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ വാചകം, ഞങ്ങൾ ആ വണ്ടി ഇറങ്ങുന്നത് വരെ ഞങ്ങൾ പ്രവർത്തകരുടെ വൈകാരികത എന്താ, പിണറായി സഖാവിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നല്ലേ. അതിനുശേഷം ഈ പറയുന്ന അക്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിണറായി സഖാവ് പുറത്തിറങ്ങി നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുവരെ പിണറായി സഖാവ് അത് പറയുന്നത് വരെ ഞങ്ങൾ പ്രവർത്തകരുടെ വൈകാരികത അങ്ങനെയാണ്, പിണറായി സഖാവിനെ തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ശരി, പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്, അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുക. പാവപ്പെട്ടവനല്ല, സമൂഹത്തിലെ എല്ലാ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ഇടത്തരക്കാരന്റെയും എല്ലാവരുടെയും മനുഷ്യരുടെ പാർട്ടിയാണ്. സാധാരണയല്ല, മനുഷ്യരുടെ പാർട്ടിയാണ്, തൊഴിലാളി വർഗത്തിന്റെ ശബ്ദമാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ED കേസിൽ ഏറ്റവും അധികം സഫർ ചെയ്തൊരു മനുഷ്യനുണ്ട്, ആ കാറിന്റെ ഉടമ. ആ മനുഷ്യൻ എന്താണ് കമ്മ്യൂണിസ്റ്റ്? അതിന്റെ അകത്തൊരു പ്രശ്നം എന്നറിയോ, അത് ശരിയാക്കി കൊടുക്കാം എന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു നിയമപരമായിട്ടൊരു പ്രശ്നമുണ്ട്. ആ കാറിലെ കാർ ഡ്രൈവറും ആ കാറുമൊക്കെ സാക്ഷികളാണ്. ഞങ്ങൾ ആ കാറ് നന്നാക്കി കൊടുത്താൽ ഇപ്പം സാക്ഷിയെ സ്വാധീനിച്ചു എന്ന് പറയുന്ന കേസാണ് ഞങ്ങൾക്കെതിരായിട്ട് വരിക. അതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റാത്തൊരു ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. ആ പാർട്ടി ഒരു കാറ് ശരിയാക്കി കൊടുക്കാനോ കാറ് വാങ്ങിച്ചു കൊടുക്കാനോ പറ്റാത്ത പാർട്ടിയാണ്. അതെ ആ സംഭവത്തിൽ ആ വൈകാരികതയിലാണ് അന്നത്തെ നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അതിൽ നിയമപരമായിട്ട് ഉള്ള അഡ്വൈസ് ചോദിച്ചപ്പോഴത്തേക്ക് നിയമപരമായിട്ടുള്ള അഡ്വൈസ് എന്താ കിട്ടിയത്, ഞങ്ങളെ നന്നായി കൊടുത്താൽ സാക്ഷിയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന കേസ് വരില്ലേ അപ്പം തന്നെ. അതുകൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ അയാളെ കുടുംബത്തെ ഞങ്ങൾ കൈവിടുകയൊന്നുമില്ല. അത് ഈ ഒരു കേസ് കൊണ്ടാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെയ്ഡ് മാത്രമല്ല, റെയ്ഡിന് മുമ്പും ഈ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ ടിയെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി പലതരത്തിലുള്ള സംസ്ഥാന സെക്രട്ടറി കുറിപ്പ് ഇറക്കുന്നത് മുതൽ പത്രസമ്മേളനം വരെയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്നത്? അല്ല, അത് വ്യക്തി എന്നുള്ള രീതിയിലല്ല, അതിൽ പിണറായി സഖാവിനെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അന്ന് ധരിച്ചിരുന്നത്. ആ ധാരണയുടെ പുറത്താണ് അന്നത്തെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേസ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ കേസ് വന്നു കഴിഞ്ഞാൽ ഇനി അവർ കുടുംബാംഗം തന്നെ സ്വന്തമായി നേരിട്ട് എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞു. പാർട്ടിയില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ, എൻ്റെ കാര്യത്തിൽ ഇപ്പം അച്ഛനെടുത്ത നിലപാടെന്താ, അച്ഛനടുത്ത് ഇതേപോലെ തന്നെ ചോദിച്ചു. ഇപ്പം ഫസ്റ്റ് ചോദിച്ചല്ലോ, ഇപ്പം ഈ പറയുന്ന മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് എപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾക്കല്ലേ, അച്ഛനെന്ന രീതിയിൽ നിങ്ങൾക്കല്ലേ ഈ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നത്തിലും പോയി മക്കൾ ചാടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛൻ പറഞ്ഞെന്താ, 18 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായ ആൾക്കാരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അവർ സ്വതന്ത്രരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പം വീണ്ടും പത്രക്കാർ ചോദിച്ചു, അത് പക്ഷേ പ്രശ്നം വരും നിങ്ങൾക്കല്ലേ. അപ്പം അച്ഛൻ പറഞ്ഞത് അത് ചിന്തിക്കേണ്ടത് അവരാണ്, ഞങ്ങളാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ പോലും അങ്ങനെ ഇല്ലാതെയും ഇങ്ങനെ ഒരു കരുവായിട്ട് ഞങ്ങൾ നിർത്തുമെന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ തെളിയിച്ചോളൂ. ഇപ്പം നാളെ ഈ പറഞ്ഞ എൻ്റെ കേസ് പോലെ തന്നെ വീണ വിജയൻ്റെ കേസും ആയി മാറില്ല എന്നുള്ളത് നമുക്കിനി കണ്ടില്ല, അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ ആയി മാറും, അങ്ങനെ മാറണം എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ബിനീഷിന്റെ അവസാനത്തെ സിനിമ ഇറങ്ങുന്നത് 2010 മരക്കാറല്ലേ സിനിമ. അപ്പം എപ്പോഴാണ് സിനിമയിലൊരു കംബാക്ക്? ഞാൻ ഈ അച്ഛൻ്റെ മരണശേഷമാണ് ഒന്ന് ബ്രേക്ക് എടുത്തത്, ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നിന്നും ഒന്ന് ബ്രേക്ക് എടുത്തത്. ഇപ്പം 1 വർഷത്തോളമായിട്ട് സിനിമ സ്ക്രിപ്റ്റിൽ ഒരു വർക്ക് ചെയ്തൊരു സിനിമയിലേക്ക് പിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഒക്ടോബറിൽ നവംബറിലോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യും എന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നായകനൊന്നുമില്ല, ഞാൻ അങ്ങനെയൊക്കെ ഇതൊരു നമ്മളെ ക്യാരക്ടർ റോൾസ് അല്ലേ. ഞാൻ അങ്ങനെ നിരന്തര സിനിമയിൽ നിന്നാളൊന്നുമല്ല, വർഷത്തിലൊരു സിനിമയോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരു സിനിമയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞേ നമുക്ക് സ്റ്റഫ് റോളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടിയിട്ടുണ്ടോ? അതിലൊക്കെ ഇപ്പൊ എന്റെ സ്റ്റഫ് റോള് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞേ നമ്മളൊരു കൃത്രിമ ബോധം ഉണ്ടാക്കുമ്പോൾ
ഈ ആക്ച്വലി അത് ഭയങ്കര വൈറലായിരുന്നു. അതും ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ സിനിമേന്റെ ആ ഒരു ക്ലിപ്പ് മാത്രം ഇപ്പൊ ഭയങ്കരമായിട്ട് എടുത്തു നോക്കുമ്പോൾ കാണുന്ന ഫസ്റ്റ് ബിനീഷിന്റെ ആ ഒരു ഒറ്റ സീന. എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഓ ആളങ്ങ് ജീവിക്കുകയായിരുന്നു, പറ്റിയ റോള്. ഡയലോഗ് പറയാൻ പറ്റും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അഭിനയിച്ചിരിക്കുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈവ് ഡയലോഗ്? ഫിംഗേഴ്സിൽ ആ ഡയലോഗ് പറയും, നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയ്യോ അത് ഡയലോഗാ, അങ്ങനെ ഒരു ഭയങ്കരമായ ഫൈവ് ഡയലോഗ്. ഫിംഗേഴ്സിലെ ആ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? അമിട്ടോ? അമിട്ട് അതെ അതെ. പക്ഷെ അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു അറിയുന്ന ഒരു ചാക്കോച്ചന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ തെരുവ് നാടകങ്ങൾ നന്നടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ട്രീറ്റ് പ്ലേ ആണ്. സ്ട്രീറ്റ് പ്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് SFIയുടെ ഭാഗമായിട്ടൊക്കെ സ്ട്രീറ്റ് പ്ലേസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേജിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഓഡീഷനൊക്കെ പോയിട്ടുണ്ടോ? ഓഡീഷന് പോയിട്ടുണ്ടോ? ഓഡീഷൻ ഞാൻ പോയിട്ടില്ല. ഓഡീഷൻ എന്നുള്ള സംവിധാനമൊക്കെ വന്നത് ഇപ്പോഴാണ്. അപ്പം നമ്മൾ ഫേസ് റെക്കഗ്നൈസ് ആയി കഴിഞ്ഞ ശേഷം വരുന്ന ഒരു 10 വർഷത്തിലേക്ക് അകത്തെ ഈ ഓഡീഷൻ പരിപാടികളൊക്കെ മലയാള സിനിമയിൽ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. 10-15 വർഷമായിട്ടുണ്ടോ? ആദ്യമായിട്ടുള്ള ഒരു സിനിമയിൽ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടകത്തിൽ അഭിനയിച്ച് 1ാം സമ്മാനം വാങ്ങിച്ച നാടകത്തിലുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ സിനിമയിലേക്ക് ഫസ്റ്റ് ഒരു സംഭവത്തിലേക്ക് വരുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ഫൈവ് ഫിംഗേഴ്സ് എന്നുള്ള സിനിമയിൽ ഞാൻ ഈ നാടകത്തിലും ഇതൊക്കെ അഭിനയിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഫൈവ് ഫിംഗേഴ്സിലുള്ള സജി നന്ദിയാട്ട്, അദ്ദേഹമാണ് നമ്മൾ സിനിമയിലേക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക്. ഡയലോഗ് പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ഇതിൽ വരുമ്പോൾ ഞാൻ ബാക്കിൽ കിടന്ന് ആലോചിക്കുന്നതാ ഏതെങ്കിലും ഒരു ഡയലോഗ്. എനിക്ക് ഞാൻ അങ്ങനെ ഓർമ്മിക്കുന്ന ഏതാണുള്ളത്, അല്ല ഈ ആർട്ടിക്കിൾ 21 എന്നുള്ളൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓഫ് ബീറ്റ് പടമായിരുന്നത്. അതിൻ്റെ അകത്ത് ഉള്ളൊരു ഡയലോഗുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ആർട്ടിക്കിൾ 21 ജീവിക്കാൻ, ആയുഷ്മാൻ ഖുറാനന്റെ പടമില്ലായിരുന്നു അത് വേറെ സെക്ടർ 21. അത് അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ അതിഥി തൊഴിലാളികൾ അവരുടെ മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാധനം. അങ്ങനെ ഒരു അതിൻ്റെ അകത്ത് നമ്മുടെ കൂത്താട്ടുള്ള ഏരിയാസ് ഒക്കെ രതീഷ് ഷാൻ്റെ ക്യാരക്ടറാണ് ഞാൻ അതിൻ്റെ അകത്ത്. അവനാണ് ഏറ്റവും കൂടുതൽ ആ ഭാഗത്ത് നിന്നുള്ള ആളുകളെ പഠിപ്പിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തുള്ളതാണ്. അപ്പോൾ അതിലൊരു സ്കൂളിൽ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഈ സ്കൂളിൽ ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഭാഗമായിട്ട് ഡയലോഗുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന LDF സർക്കാർ കേരളത്തിൽ ഇതിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ സർക്കാരിന് നേതൃത്വം നൽകുന്നത് സഖാവ് പിണറായി വിജയനാണെങ്കിൽ ഈ കുട്ടി ഇവിടെ നിങ്ങൾ പഠിപ്പിക്കും എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട്. അതൊരു ആ ചെറിയൊരു സാധനം. മോഹൻലാലുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു? അതായത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ അല്ല, ലാലേട്ടനായിട്ടും സിനിമയിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അല്ല ബന്ധമുണ്ട്. മമ്മൂക്കായിട്ടും അതുപോലെ തന്നെ രണ്ടുപേരായിട്ടും ഈ പറയുന്ന പോലെ ഒരു എന്താ ബന്ധം എന്നുള്ള പറയും. ഇപ്പം നേരിട്ട് അടുത്ത് പോയി ഇരിക്കാൻ പറ്റുന്നുണ്ട്. മോനെ തന്നെയാണോ വിളിക്കാറ്? ലാലേട്ടൻ എല്ലാവരും മോനെ സിനിമയ്ക്ക് പുറത്തുള്ള മോഹൻലാലിനെയും സിനിമയ്ക്ക് അകത്തുള്ള മോഹൻലാലിനെയും ലാലേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചോ, നിങ്ങളിൽ ഒരാളായി മാറും. അതാണ് ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ CCL ഡ്രസ്സിംഗ് റൂമിലെ രസകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ CCL ഭയങ്കര ഫണ്ണാണ്. ഏറ്റവും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ലൈഫിൽ ഒരു വർഷത്തിലെ ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് CCL. എനിക്കതിൽ ഓർമ്മയുണ്ട് ഒരു റണ്ണിങ് ബോയ് ഉള്ള സമയത്ത് ലാലേട്ടൻ ഓടിയത്. അതെ, വെള്ളം കൊടുക്കുക. അതുകൊണ്ട് പിന്നെ നിവിൻ പോളി ഉള്ള സമയത്ത് ഞങ്ങൾ നിവിൻ പോളിയെ കൊണ്ടൊരു പാട്ടുണ്ടാക്കി. അന്ന് മറ്റേ ആലുവ എട്ടും പൊട്ടും തീരിയാത്ത ആലുവക്കാരെന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഭയങ്കര വൈറലായിട്ടുള്ള സാധനം. നിവിൻ പോളി ഇതൊക്കെ തന്നെ ഇതല്ലോ ഞാൻ എന്ത് ആലോചിക്കും. അതാണ് അതെ. പക്ഷെ അതിന്റെ എനിക്ക് വേർഡ്സ് കിട്ടില്ല. ഈ മണിക്കൂറിനാണ് അതിന്റെ മെയിൻ ആള് ഈ പാട്ടിന്റെ സാധനത്തിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാനും മണിക്കൂറിനും ചേർന്ന ഒരു നല്ലൊരു കോമ്പിനേഷനിലൊക്കെ പോകാൻ പറ്റും. എന്താ CFL അല്ലാത്ത നമ്മള് കേരളത്തില് CCL അല്ലേ ഉള്ളത്? സെലിബ്രിറ്റി ഫുട്ബോൾ ലീഗ് വേണ്ട നമുക്ക്. സെലിബ്രിറ്റി ഫുട്ബോൾ ലീഗ്, ഫുട്ബോൾ കുറച്ചുകൂടി ഒരു ഫിസിക്കൽ വേണ്ട ഇതാണ്. ക്രിക്കറ്റ് അത്രയും ഇപ്പൊ വേണം എന്നാലും, പക്ഷേങ്കിൽ അതൊരു പ്രൊഫഷണൽ ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പണിയെടുക്കാൻ പറ്റിയ ആളുകൾ കുറവാണ്. ഇനിയിപ്പോൾ അതിനകത്ത് ക്രിക്കറ്റ് കളിക്കാതെ ആളെ കിട്ടുന്നില്ല, വലിയാണ് ഫുട്ബോൾ. അപ്പോൾ അത് ഫുട്ബോളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇഞ്ചുറി വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ഫുട്ബോളാണ്. അപ്പോൾ അത് പ്രൊഫഷൻ ഇതല്ലല്ലോ പ്രൊഫഷൻ. അപ്പോൾ അതിലേക്ക് വരുന്നതിൽ കുറച്ചൊരു ഫണ്ണിന് വേണ്ടി കളിക്കുന്നുള്ളത് അല്ലാണ്ട്. അച്ഛൻ കോടിയേരി സിനിമ കാണുന്ന ആളാണോ? ഭയങ്കരമായിട്ട് കാണും, ഭയങ്കരമായിട്ട് ഇഷ്ടം എല്ലാ ഫിലിമും. പ്രത്യേകിച്ച് ശ്രീനിവാസൻ സിനിമകൾ ഭയങ്കര ഇഷ്ടം അച്ഛന്. ശ്രീനിവാസൻ സിനിമകൾ ഭയങ്കര, അവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധം ഉണ്ടായിരുന്നു. ശ്രീനേട്ടനായിട്ട് അച്ഛന് ഭയങ്കര ഒരു ബന്ധമുള്ള ആളായിരുന്നു. അച്ഛൻ കിരീടം സിനിമ കണ്ട് കരഞ്ഞതിനെ പറ്റി അടുത്തിടെ ബിനീഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മോഹൻലാൽ സിനിമകളോടും നമുക്ക് താല്പര്യം. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും രണ്ടുപേരുടെയും സിനിമകൾ വരും. ഇന്ന് കിരീടം റീ റിലീസ് കൂടെ. അതെ അതെ അതെ. ലാലേട്ടൻ്റെ സിനിമകൾ അച്ഛന് കൂടുതലും താല്പര്യം. സിനിമകൾ അച്ഛന് കോമഡി പടങ്ങളാണ് കൂടുതൽ. കിരീടത്തിലിങ്ങനെ ആ ഒരു അച്ഛനും മകനും തമ്മിലുള്ള പേഴ്സണൽ ബന്ധം അത് ബിനീഷിന് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണോ?
കിരീടത്തിലെ രീതിയിലല്ല. ഇപ്പം അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം ആർക്കായാലും, ഇപ്പം എനിക്കല്ല ആർക്കായാലും, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാദറിനെ കുറിച്ച് തന്നെ ആലോചിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് കണക്റ്റ് ആവും. കിരീടത്തിലേക്ക് ഉള്ള സിനിമ ആ സമയത്ത് അത്രയും ഡെപ്തിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടയിൽ 2000-2002 കഴിയുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് കണ്ടിട്ടുള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പം ലാസ്റ്റ് കണ്ട പ്രകമ്പനാണ്. ഒറ്റ പ്രകമ്പനം ലാസ്റ്റ് ബാലൻ കണ്ടില്ല. ബാലൻ ചിദംബരം എൻ്റെ അടുത്ത അറിയുന്ന നമ്മളെ ഇതുപോലെ ഇപ്പം വന്ന സിനിമയിലേക്ക് ഞാൻ കണ്ടില്ല, കാണാൻ പോകുന്നു. പക്ഷെ ബാലൻ്റെ ഭയങ്കര എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു സമയം കിട്ടാതുണ്ട്. ബാലൻ ഇപ്പം കാണും. അച്ഛൻ കോമഡി സിനിമകൾ കാണുന്ന ആളാണ് ഇടയ്ക്ക് പറയുന്നുണ്ടായി. അങ്ങനെ ആ തരത്തിൽ ഏതൊക്കെ സിനിമകളൊക്കെ ഇഷ്ടമായിരുന്നു? അച്ഛന് ഇന്നസെൻ്റാണ് ഭയങ്കര. ഞാൻ പറഞ്ഞ അച്ഛൻ അങ്ങനെ ഒരു പേഴ്സണലി ഇഷ്ടമുള്ള ആളുകളുടെയും കൂടി സിനിമകൾ ഇപ്പം ജയചേട്ടനെ ഭയങ്കരമായിട്ട് ഇടുന്നു. അപ്പം അതൊക്കെ ഈ പറയുന്ന പോലെ പുതിയ സിനിമ താരങ്ങളുടെ കൂടെ സലീമേട്ടൻ്റെ തമാശകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബിനീഷ് എനിക്ക് കൊള്ളാടാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിനിമ കണ്ടിട്ട്? സിനിമയിൽ ഇതുവരെ പറഞ്ഞില്ല. അപ്പം എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, കാണാറൊക്കെ വരും. കൊള്ളാവോന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് ചെറിയ നമ്മൾ മൂപ്പറൊരു ചിരി നമ്മളാക്കി ഇല്ലാണ്ടാക്കി ഈ സിനിമ ആ രീതിയിലായിരിക്കാം ഈ ഇപ്പം സിനിമ താല്പര്യങ്ങള്, ക്രിക്കറ്റ് താല്പര്യങ്ങള്, ഇതിനോടൊക്കെ എങ്ങനെയായിരുന്നു വീട്ടില് അമ്മ അച്ഛനൊക്കെ അവരുടെ ഒരു അതാണ് നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഈ അങ്ങനെ ഒരു തന്നിട്ടുള്ള അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, ചീത്ത രീതിയിൽ ഉപയോഗിക്കുന്നുള്ള നിങ്ങളുടെ മാത്രം ചോയ്സാന്നുള്ളതാണ് അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ കാലത്തുള്ള നിലപാട്. ആ സ്വാതന്ത്ര്യം കിട്ടുന്നതുകൊണ്ട് നിങ്ങളൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ അത് നിങ്ങൾ തന്നെ പരിഹരിച്ചോളണം. അതിന് അച്ഛനെന്ന രീതിയിലും അമ്മയെന്ന രീതിയിലും ഉള്ള സപ്പോർട്ട് ഉണ്ടാകും. അതാണ് എപ്പോഴും എടുത്തുള്ള നിലപാട്. എൻ്റെ കാര്യത്തിലായാലും ചേട്ടൻ്റെ കാര്യത്തിലായാലും എല്ലാവരുടെ കാര്യത്തിലായാലും. ഇപ്പോൾ വന്ന സിനിമകൾ ഇപ്പോൾ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ്, ബാലൻ, അങ്ങനെ കുറെ സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ തൂഫാനാക്കി കൊടുത്തേനെന്ന് പറഞ്ഞു. ഏതൊരു ക്യാരക്ടർ ഏതാ? ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സിലൊക്കെ ഏതെങ്കിലും ക്യാരക്ടർ കിട്ടി ചെയ്യാൻ അത് എന്നെ പോലുള്ള നടന്മാരായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു കൂട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ ഭയങ്കര. ചന്തുവിനെ പോലെ അവിടെ നിന്നിട്ട് ലൂസ് അടിക്കാടാന്ന് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞത് ഏത് ക്യാരക്ടറായാലും നമുക്കൊരു പാസിങ് ഷോട്ടായ ഇത് പുതിയ ഒരു സിനിമയുടെ ഒരു ഫണ്ണെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ആ കൂട്ടത്തിൻ്റെ അകത്ത് ചേർന്ന് നിൽക്കാൻ ഭയങ്കര. ഇപ്പം നമുക്ക് ഏറ്റവും ഇപ്പം സിനിമ എന്നുള്ളതൊക്കെ വിടും, നമുക്കിപ്പം ലൈഫിൻ്റെ അകത്ത് ഏറ്റവും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം. നമുക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല എൻവയർമെൻറ്റ്, പോസിറ്റീവ് എൻവയർമെൻറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിരിക്കുള്ളൂ. മുമ്പ് അങ്ങനെയൊന്നുമല്ല. ചില സ്ഥലത്ത് നമ്മൾ പെട്ടുപോയാൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സംഭവം കാണിച്ചു തന്നത്. നല്ലൊരു എൻവയർമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുന്നിടത്തേക്ക് നമ്മൾ ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്വയമേവ തട്ടി തെറിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ തന്തി തെറിച്ച് പാടാം. പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം AMMയിലെ വിവാദത്തിനിടയിൽ ഞാൻ അമ്മയെന്ന് പറയുള്ളൂ. അല്ല അതിന്റെ കാര്യം എന്നറിയോ, ഞാൻ അതിൽ ഇപ്പൊ മെമ്പറാ. ഞാൻ അതിൽ മെമ്പർ അല്ലാതെ ആയാൽ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റിയേക്കാം. ആരൊപ്പായിരിക്കും അതിൽ നിൽക്കുക? ടീം ഇല്ല ഞാൻ അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ആരുടെയും കൂടെ നിൽക്കുക എന്നുള്ളത് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അമ്മയെന്ന് പറയുന്ന സംഘടനയുടെ ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് അറിയും. എൻ്റെ വേർഷൻ, എൻ്റെ വ്യൂ പോയിന്റിൽ അത് ഒരുപാട് ഒരു 500-600ഓളം കലാകാരന്മാരുള്ളൊരു സംഘടനയാണ്. ഒരു 100 പേരിൽ താഴെയുള്ളൂന്നേ സ്ഥിരമായിട്ട് ജോലിയുള്ളത്. എന്നുവെച്ചാൽ സ്ഥിരം സിനിമകളുള്ള 100-ൽ താഴെ ആളുകളെ ഉണ്ടാവുള്ളൂ. 10, 400, 500ഓളം ആളുകൾ ഈ സംഘടനയുടെ ഭാഗമായി കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, മെഡിക്കൽ ഹെൽപ്പുകൾ, അതൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, നേരത്തെ CPMന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് പാർട്ടിയുടെ നിലപാട്, ഇപ്പൊ AMMന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് അമ്മയുടെ നിലപാട്, സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ല. ഉണ്ട്. എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഈ പാർട്ടിയും വ്യക്തിയും രണ്ടായിട്ട് കാണുന്നുണ്ട്. ഈ പ്രശ്നം പാർട്ടിയും വ്യക്തിയും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എന്നാലും വ്യക്തികൾ തിരുത്തുമ്പോഴാണ് ആ തിരുത്തുന്നത് ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്? ഞാൻ എൻ്റെ കമ്മിറ്റിയിലാണ് പറയേണ്ടത്. ഞാൻ പുറത്ത് പറയാൻ പറ്റുന്ന രീതിയല്ല. ഞാൻ പറയും എനിക്ക് എൻ്റെ പാർട്ടീനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ടും ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയിൽ ഞാനത് പറയും. അപ്പം ഞാനീ പറഞ്ഞ അമ്മയുടെ സാന്നിധ്യത ഇതുകൊണ്ടാണ്. അത് അത്രയ്ക്ക് പാവപ്പെട്ട ആൾക്കാരുണ്ടെന്നേ, കൈനീട്ടം കിട്ടുന്നത്, വീട് കിട്ടുന്നത്, അതില്ലാതായി പോകും. അൻസിബ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. നമ്മളെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ അപകടകരമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇടത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ബിനീഷ് അൻസിബക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അല്ല, അത് ആരുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതല്ല. അൻസിബ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് കോടതിയുടെ ഇതായി.
നേരത്തെ അതൊരു പബ്ലിക് ഡൊമൈനിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഇപ്പോൾ അത് കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുക എന്നുള്ളതിൽ എനിക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ഉപയോഗിച്ച ടേം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന അൻസിബയെ വിളിച്ചു എന്ന് ഉപയോഗിക്കുന്ന ജിഹാദി എന്ന് പറയുന്ന ടേം അത് നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലും, അത് പക്ഷേ വിളിച്ചോ ഇല്ല എന്നുള്ളത് കംപ്ലൈൻ്റ് ആണ്, അത് തെളിയിക്കപ്പെടേണ്ടുന്ന കുറ്റമാണ്. അത് അൻസിബ പറഞ്ഞിരിക്കുക, അൻസിബയ്ക്ക് വന്നൊരു ഹേർട്ടാണത്, അൻസിബയുടെ ഹേർട്ടാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയിൽ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു അവസരത്തിലായിരുന്നു നിങ്ങളിത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുമായിരുന്നു. ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ ഇടപെട്ടാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ അമ്മയ്ക്കകത്തുള്ളൂ, അവർ അത്തരത്തിലൊരു എഫേർട്ട് ഇടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ എഫേർട്ട് ഇടാത്തതുകൊണ്ടല്ല. ഇപ്പം അമ്മ സംഘടനയിൽ പുതുതായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്ന് സ്ത്രീകൾ ഇത് നയിക്കട്ടെ എന്നൊരു സംവിധാനം വന്നപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തു. ലാലേട്ടനും മമ്മൂക്ക, സുരേഷേട്ടനും എല്ലാവരും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയും പുരുഷന്മാരുൾപ്പെടുന്ന എല്ലാ ആളുകളും സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടന വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സംഘടന വന്നത്. അപ്പോൾ അത് സംഘടന വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ വന്നു. അവർക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ജനറൽ ബോഡിയിൽ അഭിപ്രായം വന്നു. ജനറൽ ബോഡി അങ്ങനെ അഭിപ്രായം ഉണ്ടാക്കിയതാണെന്നുള്ള അഭിപ്രായം പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇനി അത് പുതിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടത്, പറയേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ തലമുതിർന്ന ആളുകൾ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും. ഇപ്പം ലാലേട്ടനും മമ്മൂക്കിയും സുരേഷ് ഏട്ടനും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൻ്റെ കൂടെ ആയിരിക്കും ബഹുഭൂരിപക്ഷം അമ്മ അംഗങ്ങൾ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മലയാള സിനിമ ഭയങ്കര അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നു. ഇപ്പം ഈ പറഞ്ഞ സിനിമകളൊക്കെ ആണെങ്കിലും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ ആ ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. സ്വന്തം ജീവിതം ഒരു സിനിമയാക്കുകയാണെങ്കിൽ എന്ത് പേരിടും? എൻ്റെ സിനിമ എൻ്റെ ജീവിതം കഥയാക്കുകയാണെങ്കിൽ അത്ര ഗതികെട്ട പ്രൊഡ്യൂസർമാരുണ്ടോ? ഒരു പേര് പേരൊക്കെ ചോദിക്കാൻ ബയോപിക് എപ്പോഴും പേര് സ്വന്തം പേര്. ബയോപിക് മാത്രമല്ല, സ്വന്തം ജീവിതം ഒരു സിനിമയാക്കുകയാണെങ്കിൽ എന്ത് പേരായിരിക്കും അതിന് കൊടുക്കുക? പറഞ്ഞ പോലെ നായകനൊക്കെ അത്രയും ഗതികെട്ട രീതിയിൽ ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുപോകണ്ടല്ലോ. ഒരു പേര് ആലോചിക്കൂ, എന്തായിരിക്കും ആ പേര് കൊടുക്കുക? ഇത് ഞാൻ പറഞ്ഞ ഒരേ ഒരു കോടിയേരി. കുറച്ചും കൂടി ഒരു ഇതായിട്ട് കുറച്ച് ഇമോഷണൽ ഡ്രാമ ആണെങ്കിലും. ഇമോഷണൽ ഡ്രാമയോ? അച്ഛനെ ഉറക്കാത്ത വീട്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കും? അച്ഛനെ ഉറക്കാത്ത വീട് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ഒന്നത് പിന്നെ ഉറക്കിയിട്ടില്ലേ? ഏയ് അങ്ങനെ നല്ലോണം ഉറങ്ങും. അച്ഛനിരുന്നൊരു ഈ പറയുന്ന ഒന്നും ഒരു പ്രശ്നമില്ലാത്ത വളരെ കൂളായിട്ട്, അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മകന്റെ അച്ഛൻ, അച്ഛന്റെ മകൻ എന്നുള്ളത് കുഴപ്പമില്ല. മക്കളുടെ അച്ഛനൊന്നും എന്താവാം, ആ പേര് വെച്ച് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നീ തന്നെ പൈസ കൊടുക്കണ്ടേ? നമ്മൾ തിരിവെടുത്തിട്ടാണെങ്കിലും അത് വേണമെങ്കിൽ ആലോചിക്കാം. അത് മേജർ രവിയുടെ മിക്ക പടങ്ങളിലും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ മേജർ രവി പുതിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പം എങ്ങനെയാണ് മേജർ രവിയുടെ പടങ്ങളിലൊക്കെ വരുന്നത്? നീ പുതിയ പടത്തിൽ ഉണ്ടാവോ? ഞാൻ രവിയുടെ അസിസ്റ്റന്റ് പ്രിയയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ മാലാമാൽ വീക്കിലി എന്ന് പറഞ്ഞാൽ പ്രിയയുടെ ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് രവിയേട്ടനായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെയാണ് രവിയേട്ടൻ്റെ സിനിമകളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നെ പേഴ്സണലി വളരെ അടുത്ത ബന്ധമാണ്, വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞ എന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾ മാത്രമേ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെയുള്ള ഒരു വലിയ നടന്നല്ലേ. സെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പട്ടാളച്ചിട്ടുള്ള ഒരു സെറ്റാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല. രവിയേട്ടനുള്ള സമയത്ത് കുറച്ച് അങ്ങനെ നിൽക്കുന്നതല്ലാണ്ട് ഭയങ്കര നല്ല ഫൺ മൂഡാണ് രവിയേട്ടൻ. ഭയങ്കര ഫൺ കക്ഷിയാണ്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സിനിമയിൽ കുറേ പേരുണ്ട്. ഇപ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, സഞ്ജു ശിവറാം, മണിക്കൂട്ടനുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അത് ഇഷ്ടം നമ്മൾ CCയിലുള്ള എല്ലാ ആളുകളും ഭയങ്കര ഇതായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. പിന്നെ കുറച്ചുകൂടി സീനിയേഴ്സ് ആയിട്ടുള്ള എനിക്ക് ബന്ധമുള്ള എൻ്റെ അഗസ്റ്റിൻ ചേട്ടൻ, ഭയങ്കര ഇപ്പോൾ മരണപ്പെട്ടു പോയ അഗസ്റ്റിൻ ചേട്ടനായിരുന്നു നമ്മുടെ ഒരു മെയിൻ കക്ഷി. ഇപ്പോൾ ബിജു മേനോൻ നമ്മളിപ്പം വളരെ അടുത്ത് ഇപ്പോഴും നമ്മൾക്ക് നല്ല ബിജുവായിട്ട് നമ്മളൊക്കെ ഇങ്ങനത്തെ അങ്ങനെ ഒരു ലൈഫ് വളരെ മുമ്പ് അങ്ങനത്തെ ഒരു ലൈഫ് സിനിമ എന്നുള്ള രീതിയിലല്ല നമ്മളൊന്നും ബന്ധപ്പെട്ടുള്ളത്. നല്ലൊരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ ബന്ധപ്പെട്ട് പോയ ആളുകളാണ് ഇവരൊക്കെ. ഒരു ഗെയിമിലേക്ക് പോയാലോ? ഒരു ഗെയിമിലേക്ക്. നമ്മൾ ഗൂഗിളിൽ മോസ്റ്റ് സെർച്ച്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ബിനീഷ് കൊടിയേരിനെ കുറിച്ച്. അപ്പോൾ അത് നമ്മളൊന്ന് ചെറുതായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ അതിൽ എന്താ ആൾക്കാർക്ക് അറിയാൻ ഉള്ളതെന്ന് വെച്ചാൽ നോക്കുക, അതൊന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ വളരെ എന്തായിരിക്കും സിമ്പിൾ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന്. ബിനീഷ് കൊടിയേരി's ഫേവറേറ്റ് ഫുഡ്, വെറൈറ്റി ക്വസ്റ്റ്യൻ. ഞാൻ ഓഫ് കോഴ്സ് ചോറും മീൻകറിയും. ഏത് സമയത്തും എപ്പോഴും. പണ്ടൊക്കെ എല്ലാം പറയുന്ന പോലെ ചോറും ഉച്ചക്കും ചോറും രാത്രിയും ചോറും എനിക്ക് അതിൽ തന്നെ എപ്പോഴും ഇഷ്ടം. ലൈറ്റ് ഒന്നുമില്ല.
എന്ത് ഡയറ്റ്? ഞാൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കും, പക്ഷെ ഒന്നും ചെയ്യൂല. എവിടുത്തെ ഫുഡാണ് ഇഷ്ടം? കണ്ണൂരാണോ തിരുവനന്തപുരം? തലശ്ശേരി ഫുഡിന് എനിക്ക് തലശ്ശേരി ഓഫ് കോഴ്സ്. ബിരിയാണി അല്ല ഞാൻ പറഞ്ഞ എനിക്ക് ചോറും മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെങ്കിൽ തലശ്ശേരിയിൽ കല്യാണ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ഈ ഹോട്ടലിൽ കിട്ടുന്ന ബിരിയാണികൾ വളരെ 1-2 ഹോട്ടലേ ഉള്ളൂ ഒത്തന്റിക് ആണ് തലശ്ശേരി. ബിരിയാണി അങ്ങനത്തെ സംഭവം. കായോ? കായ് ഐ മീൻ ബിരിയാണിയിൽ പൈനാപ്പിൾ നാളെ കണ്ടുകൊടുക്കാൻ ബിരിയാണിയിൽ പൈനാപ്പിൾ, ബിരിയാണിയിൽ കായോ? നമ്മൾ തിരുവനന്തപുരത്തോ? ആ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആളെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാ പൈനാപ്പിൾ ഇട്ട ബിരിയാണി. ഉണ്ടാക്കാൻ അറിയാത്തോണ്ടാ? വേറെ ഉണ്ടാക്കാൻ അറിയാത്തോണ്ടാ? ബിരിയാണിയെ കൊല്ലാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ബിനീഷ് കൊടിയേരി's ഹിഡൻ ടാലന്റ്. ഹിഡൻ ടാലന്റോ? അത് ഹിഡനാക്കി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുമല്ലോ. എന്റെ ടാലന്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ വൈഭവമുള്ള ആ ആളൊന്നും ടാലന്റ് ഹിഡൻ ആണ്. ഒരിക്കലും അല്ല. എന്നാലും ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. 2 സ്റ്റെപ്പ് ഡാൻസ് അത്യാവശ്യം ഞാൻ കുഴപ്പമില്ല. അത് ഞാൻ കണ്ടു. ഡാൻസ് ഏത് ഈ ആരുമായിട്ടായിരുന്നു ഇടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ. അല്ലല്ല, വേറെ ആളുമായിട്ട് നിന്നിട്ട് മുട്ടൻ ഡാൻസ്, ഒരു വലിയ മാലയൊക്കെ ഇട്ടിട്ട്. ഫിസിയലിന്റെ ഇതിലായിരിക്കും, ആ ഇതിൽ ഫണ്ടായിരിക്കും ആ ഡാൻസ്. താങ്ക് യു. ഞാൻ എന്നിൽ അറിയാതെ ഉറങ്ങിക്കിടന്ന കഴിവിനെ ഉണർത്തി. അടുത്തത് ബിനീഷ് കൊടിയേരി's മോർണിംഗ് റൂട്ടീൻ. അതൊരു രാവിലെ വലിയ എണ്ണീറ്റാൽ ഉറക്കം തന്നെ ഇതൊക്കെയാണ്. സത്യം വലിയൊരു പ്രശ്നമാണ് മോർണിംഗ് റൂട്ടീൻ. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഭാര്യ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഞാൻ നേരത്തെ എഴുന്നേക്കും, പക്ഷേങ്കിൽ അല്ല അതാണ് പ്രശ്നം. ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതി. കിളിപോയിരിക്കും. ഫോൺ ഒരു വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അതൊരു മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലത്തിൽപ്പെട്ടൊരു സാധനമാണ് ഈ ഫോൺ. കുറച്ചൊരു അഡിക്ഷൻ ആയിട്ട് ഇപ്പം വരുന്നൊരു സാധനം. റീൽസ് കണ്ടിരിക്കുവാണോ? റീൽസ് അല്ല, ഞാൻ കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വാർത്തകൾ. പിന്നെ എനിക്ക് ഈ പറയുന്ന എന്ത് പോസ്റ്റ് ഇടും ഇന്ന് അല്ല അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ ഇന്നെന്ത് പോസ്റ്റ് ഇടുന്ന ഞാൻ ഇന്ന് നടക്കുന്ന കാര്യത്തെക്കുറിച്ചേ പോസ്റ്റ് ഇടാറുള്ളൂ, അല്ലാണ്ട് വേറെ രീതിയിലൊരു പോസ്റ്റ് ഞാൻ ഇടാറില്ല. അല്ല, നല്ലൊരു റൊട്ടീൻ. രാവിലെ എണീക്കുന്നു, രാവിലെ എണീക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ തന്നെ ചായ ഉണ്ടാക്കും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടമാണ്. അതൊക്കെ ചെയ്യും. അല്ലല്ല, എല്ലാ ദിവസവും ഞാനല്ലല്ലോ, അതൊക്കെ അവർ തന്നെ ചെയ്യുന്നു. പക്ഷെ എനിക്കത് ചെയ്യാൻ ഇഷ്ടക്കേടില്ലാത്ത ഇതാണ്. ബിനീഷ് കൊടിയേരി സെർച്ച് ഹിസ്റ്ററി. എന്റെ സെർച്ച് ഹിസ്റ്ററി ചാറ്റ് ജിപിടി ഞാൻ ഇപ്പം കൂടുതലും ഈ പറയുന്ന പോലെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ വേൾഡ് കപ്പ്, പഴയ ഫുട്ബോൾ വേൾഡ് കപ്പിലുണ്ടായിരുന്ന ഇൻസിഡൻസിനെ പുതിയ വേൾഡ് കപ്പായിട്ട് ബന്ധിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ബിനീഷ് കൊടിയേരി വാച്ച് ബ്രാൻഡ് നെയിം. ഞാൻ വാച്ച് ഇടലില്ല. കുറെ മുന്നേ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഏതോ എനിക്ക് തോന്നുന്നു ദുബായ് ടൈമിലൊക്കെ. എനിക്ക് വാച്ച് വലിയ ക്രേസി അല്ലായിരുന്നു. ഔട്ട്ഫിറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ദുബായിലൊക്കെ ഉള്ള സമയത്ത് ഔട്ട്ഫിറ്റിന്റെ പുറത്ത് എത്രയാ? ഇതൊക്കെ ചെറിയ സാധാരണ ജാക്ക് ആൻഡ് ജോൺസ് ഉള്ള സാധനം. ഇത് ഇന്നലെ ലുലുവിൽ 50% ഓഫർ ഉണ്ട്, പോയി മേടിച്ചോ. ബിനീഷ് കൊടിയേരി വിച്ച് പാർട്ടി? ഓ മൈ ഗോഡ്, പാർട്ടി എന്നുള്ളതിലൊരു ക്വസ്റ്റ്യൻ ഇല്ല. ചിലപ്പോ അംഗത്വം കിട്ടാതെ നിന്ന ആ സമയത്ത് ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കിയതായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CJP ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഞാൻ കണ്ണൂർ കോക്രോച്ച് ആണെന്ന് പറയും. അല്ല, ഞാൻ ഇന്ത്യൻ കോക്രോച്ച്. ബിനീഷ് കൊടിയേരി ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് എന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ട് എന്നുള്ള ഗേൾ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രണയമാണ് ഉദ്ദേശിക്കുന്നത്. പ്രണയം കെട്ടിയോളാണ് എന്റെ മാലാക, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല പറഞ്ഞു. അല്ല, അതൊന്നുമല്ല, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. പ്രണയമായിട്ടുള്ളതൊന്നും അങ്ങനെ. 5000 പ്രണയം. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇതൊക്കെ എനിക്ക് ഈ പറയുന്നതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഉണ്ട്. അതും ഒരു ഈ സഞ്ജു സാംസൺ ഫ്രണ്ട്സ് വിത്ത് ബിനീഷ് കൊടിയേരി. സഞ്ജു ശിവറാമായിരിക്കും ഉദ്ദേശിച്ചത്. സഞ്ജു സാംസൺ തന്നെയാണ്. സഞ്ജു ഒക്കെ പിന്നെ സഞ്ജുവിന്റെ തുടക്കകാലം തൊട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. സഞ്ജു നല്ല ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ട് സെൻസ് എല്ലാ ദിവസവും രാവിലെ ഉച്ചക്കും വൈകുന്നേരം വിളിക്കാന്നുള്ളല്ലോ. കാണുമ്പോൾ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ എന്താ, സഞ്ജു ഞാൻ KCയുടെ ജോയിന്റ് സെക്രട്ടറി കൂടെ അല്ലേ. അതിനുപരി സഞ്ജുവിൻ്റെ തുടക്കകാലം തൊട്ട്, സഞ്ജു മെഡിക്കൽ കോളേജിൽ കളിക്കുന്ന സമയം തൊട്ട് അറിയുന്ന ഒരു, സ്കൂൾ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് അറിയുന്നില്ലേ. ബാങ്ക് ബാലൻസ് ഞാൻ ശരിക്കും ഈ ബാങ്ക് ബാലൻസ് നിങ്ങളടുത്ത് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ ഞാൻ ധൈര്യപ്പെടുന്ന ഒരാളാണ്. എന്താ അറിയോ, ശരിക്കും ആളുകളൊക്കെ അത് കാണണം. അതല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 7000 റുപ്യ ഉണ്ടാവും.
അല്ല വെറുതെ പറയുന്നത്, ഞാൻ എടുത്ത് കാണിച്ചില്ല, വെറുതെ പറയുന്നില്ല. അല്ല അക്കൗണ്ട് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. അല്ല അതെ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ചായയും കടിയും മേടിച്ചു. പക്ഷേ ഈ ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ ഇല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ കയ്യിൽ പൈസ വെക്കില്ല. എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് തന്നെയാണ് കൂടുതലും. നിക്ഷേപങ്ങളാണോ? നിശ്ചയമില്ല, വൈഫിൻ്റെ അടുത്ത് അങ്ങനെ നിശ്ചയമായിട്ടൊന്നും ഇല്ല. നമ്മുടെ വൈഫിന് എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ വൈഫിൻ്റെ അടുത്ത് കൊടുക്കുന്ന രീതി ആയതും അതൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷമുള്ളത് ചില മാറ്റങ്ങളാണ്. പ്ലാൻ ചെയ്തതാണോ? അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിനീഷ് കൊടിയേരി ആൻഡ് ഇതാരാ പറഞ്ഞിട്ട് വരാത്ത എന്ത് ബന്ധം അത്? മോഹൻലാൽ. ലാലേട്ടനായിട്ടുള്ള പറഞ്ഞല്ലോ, ലൈക്ക് നമുക്ക് എപ്പോഴും ലാലേട്ടനായിട്ടൊക്കെ ഉള്ള നമ്മൾ ബന്ധം എങ്ങനെയാ പറയാം, നമുക്കൊരു സ്പേസ് തരുന്നുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അത്രയേ ഉള്ളൂ. നമുക്ക് വേറെ എന്താ ലാലേട്ടനായിട്ടില്ല. ഞാൻ പോയി നിൽക്കുമ്പോൾ ലാലേട്ടനൊരു കൈ തരുന്നുണ്ടോ, അടുത്തിരുത്തുന്നുണ്ടോ, അതല്ല അതിൽ കൂടുതൽ മോർ ദാൻ ഇനഫ്. അതല്ല ഏറ്റവും പെർഫ്യൂമോ? ക്രീഡ് അവന്റൂസ്. അറിയോ നിനക്ക്? ക്രീഡ് അവന്റൂസ് പക്ഷേ കുറച്ച് വിലയുള്ള സാധനം. അല്ല അതല്ല, ക്രീഡ് അവന്റൂസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ സമ്പാദിക്കപ്പെട്ട ഒരു സാധനം ഫ്രണ്ട്സാണ്. നമുക്കിപ്പോൾ ഒരു പെർഫ്യൂമൊക്കെ ഫ്രണ്ട്സാണ് എപ്പോഴും തരാറ്. ഫോൺ ചിലപ്പോൾ ഇപ്പം ഒരു 2 വർഷമായിട്ട് ചിലപ്പം, മുമ്പൊക്കെ ഫ്രണ്ട്സ് തന്നെ. ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നേ നമുക്ക് തരും. അച്ഛന്റെ പേരിലല്ലാതെ ബിനീഷ് ആരായിട്ടായിരിക്കും അറിയപ്പെടുന്നത്? വൻമരങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയേ വളരുള്ളൂ. ഇപ്പം അതിനകത്തൊരു മാറ്റം വന്നാൽ ഇപ്പം ഞാൻ അതിന് ശ്രമിച്ചാൽ മാത്രമേ എനിക്കത് പറ്റുള്ളൂ. ഇപ്പം ഞാൻ അതിന് ശ്രമിച്ചാലേ ആവുള്ളൂ. അപ്പൊ അച്ഛനോട്ട് നമുക്ക് അമ്മയിലേക്ക് മാറാം. അമ്മ അടുത്തിടെ ഒരു മാഗസിൻ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു അഭിമുഖം. അപ്പം അമ്മ അതിൽ പങ്കുവച്ചിട്ടുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അമ്മ പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങൾ, അതേക്കുറിച്ച് ബിനീഷിന് എന്താ? അപ്പൊ രണ്ട് വ്യക്തികളാണ്, 2 അഭിപ്രായങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷെ ബിനീഷ് അമ്മയുടെ ഫാമിലി പൊളിറ്റിക്കൽ ഫാമിലിയാണ്. അമ്മയുടെ അച്ഛന് തൊട്ട് മുമ്പുള്ള MV രാജഗോപാല മാസ്റ്റർ തലശ്ശേരിയുടെ MLA ആയിരുന്നു. അപ്പോൾ അമ്മ പൂർണ്ണമായി ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അമ്മ ഈ പാർട്ടി ജനിച്ച കാലം തൊട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു അഭിപ്രായം പറയുന്നതിൽ എൻ്റെ ആവശ്യമൊന്നുമില്ല. അമ്മ കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എന്തിനെ കുറിച്ചിട്ടും നല്ല ബോധ്യവും നല്ല നിലപാടുള്ളൊരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവരത് വളരെ കൃത്യമായിട്ട് പറയും. അവർക്കൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ അടുത്ത് ആരെങ്കിലും അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം നേതൃത്വത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായത്. ആ അഭിപ്രായ പ്രകടനം നമ്മൾ പങ്കുവെക്കേണ്ടതും നേതൃത്വത്തോടാണ്, നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അമ്മയും ബിനീഷ് കൊടിയേരിയും തമ്മിലപ്പം അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇക്കാര്യത്തിൽ? എന്തിൽ? ഈ പറഞ്ഞതിന്റെ കാര്യത്തിൽ അമ്മയുടെ അനുഭവമാണ് അമ്മ പറഞ്ഞത്. ആ അനുഭവം അമ്മ എൻ്റെ അടുത്തും കൂടി പങ്കുവെച്ചപ്പോൾ അത് പൂർണ്ണമായും ശരിയാണെന്നുള്ള അഭിപ്രായം. അമ്മ കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വളരെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. ഈ പറയുന്ന പോലെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ, ഞാൻ ഈ പറഞ്ഞ പോലത്തെ അദ്ദേഹത്തിന്റെ ഒരു ലെഗസി പിന്തുടരുകയോ പോട്ടെ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന സ്ഥിതിക്ക് അതുപോലൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, എനിക്കൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു നേതാവായിട്ട് നിന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? നേതാവായിട്ട് നേതാവാകുകയല്ലല്ലോ, നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം നമ്മളിലേക്ക് ആളുകൾ വരുന്നുണ്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കകത്ത് അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ, ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിലും ആളുകൾ നമ്മുടെ അടുത്തോട്ട് വരുള്ളൂ. ഞാൻ കുറേ എന്തെങ്കിലും കടിച്ചാൽ പറ്റാത്ത കുറേ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു അർത്ഥത്തിൽ വേറൊരു അങ്ങനെ ഒരു ഒറേറ്ററാണ് എന്ന രീതിയിൽ നിന്നതുകൊണ്ടൊന്നും എൻ്റെ അടുത്തോട്ട് ആൾക്കാർ വരില്ല. ഞാൻ അവരുടെ ഇടയിലോട്ട് പോകണം, ഞാൻ അവരിൽ ഒരാളായിട്ട് സംസാരിക്കണം, അവർക്ക് മനസ്സിലാകുന്ന അവർ സംസാരിക്കുന്ന ഭാഷയെ സംസാരിക്കണം. കോടിയേരി അങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സൂചനകളൊക്കെ എവിടേക്കോ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ആ ED വന്ന സമയത്ത് ഞാൻ ഏതൊരു അഭിമുഖത്തിലും കണ്ടു, ഒരുപാട് കാലത്തിന് ശേഷം ഒരു പക്വതയുള്ളൊരു ബിനീഷിനെ കണ്ടത് ആ സമയത്താണ്. അതായത് ED വന്ന സമയത്ത് തകർക്കാൻ വന്നവരെ, ആക്രമിക്കാൻ വന്നവരെ തടയുന്നു. അതിനകത്തൊക്കെ ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, കോട്ട കെട്ടി കാത്തവൻ എന്നൊക്കെ പറഞ്ഞു കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ശ്രമിച്ചു, പക്ഷെ എല്ലാ ക്യാമറകളും മാറി നിൽക്കണം. പക്ഷേ അല്ല, എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അത് ആ അക്രമം അവിടെ നടന്നു കഴിഞ്ഞാൽ എനിക്കതിൽ ഭയങ്കരമായ വറി ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സഖാക്കൾ അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ അത്രയും അഗ്രസീവായിട്ട്. പിന്നെ ഞാൻ ആ പറഞ്ഞൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും അടുത്ത സഖാക്കളാണ്. എനിക്കങ്ങനെയുള്ള, ഞാൻ അതിനകത്ത് പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന, ലൈക്ക് എൻ്റെ സഹോദരങ്ങളെ പോലെ എനിക്ക് പറയാനും
ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊക്കെ ഒരു കോൺഫിഡൻസ്. അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എനിക്ക് നാളെ ഒരു മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ പറ്റുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ ഇത്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലോ? പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ മത്സരിക്കൂല എന്ന് പറയാനും പറ്റൂലല്ലോ. പക്ഷെ അങ്ങനെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കും എന്നൊരു വിശ്വാസം ഉണ്ടോ? എന്നിലുള്ള വിശ്വാസത്തെക്കാളും കൂടുതൽ പാർട്ടിയുടെ അടുത്തുള്ള വിശ്വാസമായിരിക്കുമല്ലോ. ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ജനങ്ങൾ കൂടുതലും ഇപ്പൊ പാർട്ടീനെ നോക്കി വിലയിരുത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ വ്യക്തികളെ നോക്കി പരിധി അവര്. അല്ല, അതൊക്കെ ഇപ്പൊ വന്ന സാഹചര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പോകേണ്ടത്. അല്ല, കാരണം ഈ പറയുന്ന പോലെ അതുകൊണ്ടാ പാർട്ടി തോറ്റുപോയത്. നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോ എന്ന് പറഞ്ഞില്ലേ, സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ നടന്ന സാഹചര്യം ആയിരിക്കും 5 വർഷം കഴിഞ്ഞാലും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പാർട്ടിയിൽ നിന്നും എതിരായി പോയി മത്സരിച്ച ആളുകൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി എപ്പോഴും പാർട്ടിക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ ജയിക്കുന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതൊന്നും സംഭവിക്കില്ല. പാർട്ടി ഇതിനെ കൂടുതൽ എന്താ പറയണ്ടേ, ഇതൊരു വിസിൽ ബ്ലോഗറാണ്. നമുക്കിതൊരു കൃത്യമായിട്ട് നമുക്ക് അടിച്ചിരിക്കുന്ന ഒരു സൈറനായത്. ആ സൈറനെ കേൾക്കാൻ ക്വസ്റ്റ്യൻ ഇപ്പോഴും അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചത് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ കോടിയേരിയുടെ മകനാണ്, ആ ഒരു പാരമ്പര്യം എനിക്കുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഉള്ള കേസുകൾ, ആ കേസുകളിൽ നിന്നെല്ലാം ഞാൻ മുക്തനായി, ആ തെറ്റുകളൊന്നും ഇനി എൻ്റെ ആ ഭാരമൊന്നും എൻ്റെ തലയിലില്ല എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. എൻ്റെ കേസ് ഞാൻ ചെയ്ത തെറ്റല്ലല്ലോ, അതല്ലേ എൻ്റെ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കേസ് എന്നുള്ളത് എൻ്റെ തെറ്റാണെങ്കിൽ മാത്രമല്ലേ ഞാൻ അതിനെ ആളുകൾ അഭിമുഖീകരിക്കുന്നതിനും ഞാൻ ജയിലിൽ 1 വർഷം 1 മാസത്തിൻ്റെ അകത്തും കിടന്നിട്ട് ഇറങ്ങി വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക ചെയ്തത്. ഞാൻ എവിടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ജനങ്ങളുടെ കൂടെ നിന്നു. ഞാൻ 3 വർഷം ഫൈറ്റ് ചെയ്തു. എന്താണ് ആ കേസെന്ന് തെളിയിച്ചു. അതങ്ങനെയാണ് നിന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞേ, അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലത്തെ ഒരു കാര്യമുണ്ട്. കൂട്ടത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഒരു ബലം ആവശ്യമില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാ ബലവും ആവശ്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ലൈഫിൻ്റെ അകത്ത് എന്താണ് എൻ്റെ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾ നേടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കേസിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ പറയുന്ന പേമാരികളും കൊടുങ്കാറ്റുകളും എല്ലാം ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും ഒരാളുടെ സപ്പോർട്ട്. അതിന് പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെയും നേരിട്ടിട്ടുണ്ട്. എപ്പോഴും ബിനീഷ് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിനീഷിന്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴോ കുറെ ആളുകൾ, അതും ഒരു വലിയ വിഭാഗം ആളുകൾ വന്നിട്ട് ഇതുപോലെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവൻ എപ്പോഴാണ് ഇത്ര വിശുദ്ധനായത്? ഇവൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയ ഒരാളല്ല. ഇവർ ലഹരി കേസിൽ കള്ളപ്പണ ഇടപാടിൽപ്പെട്ട് ജയിലിൽ പോയ ഒരാളാണ്. എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇപ്പം വന്നിരുന്ന് സംസാരിക്കുന്നത്? എന്താണ് ഇനി ബിനീഷിന്റെ തുടർ പദ്ധതികൾ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ആളുകൾക്ക് ഒടുങ്ങാത്ത സംശയങ്ങളാണ്, പല സംശയങ്ങൾ. അതായത് ബാംഗ്ലൂരിൽ എങ്ങനെ ഇത്ര ബിസിനസ് വന്നു, രവിപിള്ളയുടെ കമ്പനിയിൽ എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് ആയത്, അങ്ങനെ പല സംശയങ്ങളുണ്ട്. അപ്പൊ ഈ സംശയങ്ങളെല്ലാം ഒന്ന് ക്ലിയർ കൊടുത്തേ. ബാംഗ്ലൂരിൽ എനിക്ക് ഒരു ബിസിനസ്സും ഇല്ല. ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത് ഞാൻ ഈ പറയുന്ന പോലെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് വഴി പൈസ കൊടുത്തു എന്നുള്ളൊരു ഇത് മാത്രമല്ല. അത് കുറച്ച് നാൾ നടക്കുമ്പോൾ തന്നെ കോവിഡ് വന്നു, അത് പൂട്ടിപ്പോയി. അതുള്ളത് തന്നെ. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ രവി പിള്ളയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ. ഇപ്പം രവി പിള്ള എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് കേരള സർക്കാർ സ്ഥാപനമൊന്നുമല്ല. അത് രവി പിള്ള എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥാപനങ്ങളാണ്. അവിടെ എന്നെ പ്യൂണായിട്ട് നിശ്ചയിക്കണോ, എന്നെ മാനേജറായിട്ട് നിശ്ചയിക്കണോ, ഓഫീസ് ബോയ് ആക്കണോ, വൈസ് പ്രസിഡൻ്റ് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം അതിന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയതാണ്. ഞാനൊരു 4 വർഷം അവിടെ വർക്ക് ചെയ്തു. 4-5 വർഷത്തിന് വർക്ക് ചെയ്തു. ഞാൻ തിരിച്ചു 5 വർഷത്തിൻ്റെ അകത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്താ, നർക്കോട്ടിക് കേസ് പെട്ടെന്നുള്ളത്. നർക്കോട്ടിക് കേസിൽ ഞാൻ പ്രതിയല്ല. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ കോയി ഊതല ജാക്കോട്ട് കേസ് പ്രതിയല്ലോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ എനിക്ക് ED കേസിൽ മാത്രമേ ഞാൻ പ്രതിയുള്ളൂ. നർക്കോട്ടിക് കേസ് എന്ന് പറഞ്ഞ് എടുത്ത കേസിൻ്റെ അകത്ത് പ്രതിയാണ് ഞാൻ. ആദ്യം പ്രതിയാവേണ്ടതാ നർക്കോട്ടിക് കേസിൻ്റെ അകത്തല്ലേ. നർക്കോട്ടിക് കേസിന് ഞാൻ പ്രതിയേ അല്ല, ഞാൻ ED കേസിൻ്റെ അകത്താണ് പ്രതിയായിട്ടുള്ളത്. മുഹമ്മദ് അനുപമായിട്ടുള്ള ബന്ധം എന്താ? ശരി, മുഹമ്മദ് എനിക്ക് അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആളുകളെയൊന്നും ഒരു എന്താണ് അവരെന്ന് ഉള്ളു ചേർന്ന് നോക്കിയിട്ടൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ആ കേസിൻ്റെ അകത്ത് അവൻ അത് ചെയ്തിട്ട് അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോടതിയിൽ കിടക്കുകയാണ് ആ കേസ്, അവരുടെ കേസ്. അത് പറയുന്നതിൽ എനിക്ക് പരിമിതം. പക്ഷേ ആ കേസും ഞാൻ പറയാം, അത് തീർന്നു വരുമ്പോൾ ആ കേസും ഒന്നും ഇല്ലാതാവും. കാരണം ആ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് 100% ഉറപ്പുള്ള ആളുകളാണ് ഞാൻ. ഇപ്പോഴും ഫ്രണ്ടാണോ? അല്ല, ഞാനിപ്പോൾ ഇപ്പോഴും കുറേ നാളായിട്ട് ബന്ധമില്ല. ഈ പറയുന്ന പോലെ ഞാൻ ആ കേസ് നടന്നിരുന്ന 1 വർഷക്കാലത്തോളം കോടതിയിലൊക്കെ പോകുമ്പോൾ കാണുമായിരുന്നു. എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന പോലെ അതാണ് ഞാൻ പറയുന്നത്, കേസിൽ പെടുത്തിയ കുറേ ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ചില കേസുകളെ പെടുത്തി കഴിഞ്ഞാൽ ആരും നിങ്ങളെ ടച്ച് ചെയ്യില്ല, നിങ്ങളെ തൊടാൻ പോലും നിങ്ങൾ മടിക്കും. അതിലേറ്റവും ഫസ്റ്റാണ് തീവ്രവാദം, രണ്ടാമത്തെയാണ് നർക്കോട്ടിക്,
തീവ്രവാദം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം എന്നാണല്ലോ. തീവ്രവാദം, രണ്ടാമത്താണ് നർക്കോട്ടിക്കും. ഈ 2 കേസിലും നിങ്ങളെ പെടുത്തി കഴിഞ്ഞാൽ ഒരാളും നിങ്ങളുടെ ഇപ്പൊ കേരളത്തിന്റെ അകത്ത് ഈ പറയുന്ന പോലെ തീവ്രവാദ കേസിൽപ്പെട്ട് ഞാൻ കിടന്ന ജയിൽ പരപ്പൻ അഗ്രഹാര ജയിലിൻ്റെ അകത്ത് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ ഇപ്പൊ എത്ര വയസ്സ്, 18 വയസ്സ് കഴിഞ്ഞില്ലേ, 18 വയസ്സ് തികയുന്ന ദിവസം തിരുവങ്ങാടിയിൽ നിന്നുള്ള സക്കറിയ എന്ന് പറയുന്ന ആ പയ്യനെ വിളിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ഏകദേശം 16 വർഷം കഴിഞ്ഞു. 18 വയസ്സ് തികയുമ്പോൾ ആ പയ്യൻ ഇനി പുറത്തിറങ്ങിയാൽ അവൻ്റെ ജീവിതം എന്താ? ആ പയ്യൻ എന്തെന്ന് അറിഞ്ഞിട്ടാണ്? അത് കൂട്ടത്തിൻ്റെ അകത്തുള്ള ഒരു 3-4 പേര് ചെയ്ത കാര്യത്തിൻ്റെ അകത്ത് ബലിയാടാവേണ്ടി വന്നിട്ടുള്ള ഇത്രയും ആൾക്കാരുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പെടുത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ ഇവിടെ നാളെ എന്നെ വേറെ രീതിയിൽ എന്നെ എന്ത് കുത്തിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പിന്നെ കടലിൽ കുളിക്കുന്നതിന് ഉപ്പുവെള്ളം അല്ല, കടലിൽ കുളിച്ചോലും കുളം കണ്ട് പഠിപ്പിക്കരുതുള്ളത് അല്ലേ? അപ്പം ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കേസിൽ പെടുത്തി. ഇപ്പം എന്നെ നർക്കോട്ടിക് കേസ് ലോകം മുഴുവനും പറഞ്ഞു ഞാൻ തളർന്നാലേ ഞാൻ അതിൻ്റെ അകത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ അതിനായിട്ട് ഫൈറ്റ് ചെയ്തു. ഞാൻ ED കേസിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തെളിയിച്ചു നിന്നു. പക്ഷേ ഈ തളർന്നില്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു അച്ഛൻ ഫാക്ടർ അവിടെ ഉണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ ഇവിടെ പുറത്തുണ്ട്, ആ ഒരു ബലമുണ്ട്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്നതായിട്ട് ജയിലിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കാനൊക്കെ തോന്നി. അതൊരു മൊമെന്റ്. അതിൻ്റെ അകത്തൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് 1 മാസമൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്നെ ക്വാറന്റൈനൊക്കെ അത് പിന്നെ കുറച്ച് ജയിലിൽ അത് പറഞ്ഞാൽ കുറേ സബ് പറയേണ്ടി വരും. ഞാൻ ഇത് മാത്രം പറയാം. രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ എത്രയും ശാന്തമായിട്ട് ഉറങ്ങും. നമ്മളൊരു 10-40 പേരാണ് ഒരു റൂമിൻ്റെ അകത്ത് വായി വിരിച്ച് കിടക്കുന്നു. ഒരു 2-2:30 ഉറക്കം ഞെട്ടും. ആ ഉറക്കം ഞെട്ടിക്കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഞാൻ വീട്ടിൻ്റെ അകത്താണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ജയിലിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ആ സമയത്തുണ്ടാകുന്ന ഒരു മനോവിചാരം എന്ന് പറയുന്നത് ഒരു സെക്കൻഡാണ്. ഇത് നശിപ്പിച്ച് കളയാൻ, നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്തോട്ട് വന്നാൽ സ്വന്തം ഒച്ചത്ത് കരയാൻ പറ്റില്ല, ഒച്ചത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു മൊമെൻ്റില്ലേ, നമ്മൾ ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്ത് മോളോ അല്ലെങ്കിൽ ഭാര്യയോ ഉണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന അന്തരീക്ഷം എൻറ്റയർലി ഡിഫറെൻറ്റാണ്. നമുക്കറിയാം രാവിലെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ജയിലിലാണെന്നൊക്കെ അറിയാം. പക്ഷേ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് 1-2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് വിളിച്ചു. ഞാൻ ഈ കാര്യമാണ് അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അതിനെ വേറെ രീതിയിലാണ് എന്നെ വളരെ പിന്നെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് സംസാരിച്ചത് ഈ പറയുന്ന പോലെ നിനക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ പുഷ്പനെ ഈ പറയുന്ന റൂമിൽ പുഷ്പേടൻ ഇങ്ങനെ കിടന്നാൽ ഇങ്ങനെയും മാത്രമേ പുഷ്പേടന് ജീവിതം ഉണ്ടായിട്ടുള്ളൂ. 2 സൈഡിൽ ഏകദേശം 10-26 കൊല്ലം അങ്ങനെയാണ്. അപ്പോൾ ആ റൂമിൽ അങ്ങനെ ഉള്ളൊരാൾ ഈ എൻ്റെ ലൈഫിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ വ്യക്തികളിൽപ്പെട്ട ആളുകളാണ് പുഷ്പേടൻ. ആ ലൈഫ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മരിച്ചതിന് ശേഷമുള്ള ബിനീഷ് കോടിയേരിയും അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ബിനീഷ് കോടിയേരിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? നമ്മൾ വിചാരിക്കുന്ന അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് കൂട്ടങ്ങളുണ്ടല്ലോ, ആ കൂട്ടങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും പറയും. അത് യാഥാർത്ഥ്യമായി ഇപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ അതിനെ തടഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുണ്ടായിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു വന്നു, തിരുവനന്തപുരം മരുതൻകുഴിയിൽ ആ വീട്ടിലേക്കാണ് പോയത്. അന്ന് അച്ഛൻ അടുത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ടൈമിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ അവസാന നിമിഷങ്ങളിലോ അച്ഛൻ തന്ന ഒരു ഉപദേശം, അല്ലെങ്കിൽ നീ ഇത് ശ്രദ്ധിക്കണം, നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? അങ്ങനെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞ കാര്യം ആത്യന്തികമായിട്ട് കൃത്യമായിട്ട് ഈ കേസ് പൊളിറ്റിക്കലാണ് എന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാരാ? അച്ഛനാണ്. അപ്പം അച്ഛൻ പറഞ്ഞൊരു വാചകം എൻ്റെ അടുത്തല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നീ കോടിയേരിയുടെ മകനായി പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്, ഞാൻ ഇല്ലാതാവുന്ന കാലത്ത് ഇതെല്ലാം അവസാനിക്കും. ഈ വാചകം പറഞ്ഞപ്പോൾ പിന്നെ അതാണ് എല്ലാം അവസാനിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അവസാനിച്ചാലും ഇല്ലെങ്കിലും ഞാനിത് ഫൈറ്റ് ചെയ്യും. എൻ്റെ ലൈഫിൻ്റെ അകത്ത് എന്ത് വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് കോടിയേരി ഉയർത്തിപ്പിടിച്ച ഈ പാർട്ടിക്കകത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യും ഈ പാർട്ടിക്കകത്ത് നിന്നുണ്ട്. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന പോലെ ഞാൻ ഡാൻസ് എന്ന് പറയുന്ന പോലെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ നേരത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ പല പല വിവാദത്തിലകപ്പെട്ട കുറേ ആളുകളുടെ പേരിനോടൊപ്പം ചേർന്ന് ബിനീഷിന്റെ പേര് വരാറുണ്ട്. അതിപ്പം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കിർമാണി മനോജ്, കൊടിസുനി അവരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ KT റമീസോ
അങ്ങനെ എന്തോ ആണെന്ന് അത് തോന്നുന്നു പറഞ്ഞില്ല, മനുഷ്യന്റെ. അത് വാനു ഉണ്ടാക്കിയത്. അല്ലല്ല, ഞാൻ അങ്ങനെ ഒരു ആരോപണം കേട്ടു. അങ്ങനെ കുറെ ആരോപണങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഈ ഇത്തരം വള്ളിക്കേസുകൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നത്? ഇനി ഒരു സൗഹൃദത്തിൽ അങ്ങനെ ഒരു കെയർ ഇല്ല അങ്ങനെയല്ല, ഇവരൊക്കെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാരല്ലേ, എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഇപ്പം റാഫി ആയാലും സുനി ആയാലും ഒക്കെ ഇവരൊക്കെ ഇങ്ങനൊരു കേസിൽ പെട്ടു. ആ കേസ് പെട്ടത് ശരിയാണോ? ശരിയല്ല. പക്ഷെ എന്നുള്ളതുകൊണ്ട് ഞാൻ ചെറുപ്പകാലം തൊട്ട് കാണുന്ന ഒരാൾ ഈ കേസിൽ പെട്ടുകൊണ്ട് വന്നു, അപ്പം അങ്ങോട്ടും ഈ കേസിൽപ്പെട്ടാണ് മാറി നിൽക്കണ, അതല്ല അതിൻ്റെ രീതി. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റ്, സമ്മതിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുട്ടിക്കാലം തൊട്ട് കാണുന്ന എൻ്റെ അതേ പ്രായമുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ 1-2 വയസ്സ് കൂടുതലോ കുറവുള്ള ആളുകളാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ പെട്ടു എന്നുകൊണ്ട് ഇപ്പം അവരെ ശിക്ഷിച്ചിരിക്കുകയാണ്. അവരെ ആ ചെയ്ത ആ കുറ്റത്തിന് ശിക്ഷ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഈ പറയുന്ന പോലെ മാറ്റി നിർത്തപ്പെടാം. ഇപ്പം ഞാൻ നേരത്തെ ഞാനിപ്പോൾ സക്കറിയ ഒരു ഉദാഹരണം ഒന്നുകൂടി പറയാതില്ല. സക്കറിയ നാളെ പുറത്തിറങ്ങി വന്നാൽ ഞാൻ സക്കറിയെ കണ്ടാൽ ഞാൻ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കും, എനിക്കൊരു മടിയുമില്ല. കാരണം എൻ്റെ ബോധ്യമാണത്. നമ്മൾ സാധാ കണ്ടുവരുന്ന ഗെയിമുകൾ മാറ്റി നിർത്തിയാൽ നമ്മൾ ഇന്നൊരു പുതിയ സെഗ്മെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ബിനീഷേട്ടൻ അറിയാവുന്ന, ജനങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജേർണലിസ്റ്റുകൾക്ക് ബിനീഷ് കോടിയേരിയോട് ചോദിക്കാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങൾ കേൾക്കുക, അവർക്ക് കൊടുക്കാനുള്ള ആൻസേഴ്സ്. ആയിക്കോട്ടെ. അപ്പോൾ ബിനീഷ്, എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം എന്നറിയോ? ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു CPIM നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ്. എല്ലാ നേതാക്കന്മാരുടെ മക്കളും പൊളിറ്റിക്സിലേക്ക് വരാനൊന്നും തീരുമാനിക്കില്ല, പക്ഷേ ബിനീഷ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ചു. ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഇപ്പോഴും നിൽക്കുന്ന ഒരു ഗ്രൗണ്ട് വാരിയറെ പോലെയാണ്, ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഒരു സൈബർ പോരാളിയെ പോലെ. ബിനീഷ് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുക, സംഘടനാ തലത്തിൽ വിവിധ പടവുകൾ കയറി വരിക, ഒരു പ്രധാനപ്പെട്ട പദവിയിൽ വരിക. സത്യത്തിൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ലേ? ഏറ്റവും താഴെയുള്ള കോമ്രേഡ്സിൻ്റെ കൂടെ നിൽക്കാനും അവരെ പോലെ സംസാരിക്കാനും അവരുടെ ഇടയ്ക്ക് നിൽക്കാനുമാണോ സത്യത്തിൽ നിങ്ങളുടെ ഒരു പ്ലാൻ? എന്താണ് പൊളിറ്റിക്സിൽ? ഇതിനകത്ത് നിഷാ ചോദിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ നമ്മുടെ സഖാക്കളുടെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്നു, മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിപ്പം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് വരുന്ന സംവിധാനമൊന്നുമില്ല. ഞങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടുമ്പോൾ പാർട്ടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. പാർട്ടി അതിനെ നോക്കിക്കാണുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളിൽ പാർട്ടിയുടെ ഇനി മുകൾ രീതിയിലേക്ക് ഇദ്ദേഹം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ തട്ടിലിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. ആ പാർട്ടി നേതൃത്വം അത് കാണുകാതിരിക്കുകയോ ചെയ്താലും ഞാൻ എൻ്റെ വേ ഓഫ് വർക്ക് എന്നുള്ളത് സാധാരണ നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഏറ്റവും അടുത്തിട്ടുള്ള ജനവിഭാഗങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് പോകുക എന്നുള്ളതാണ്. ഹായ് വിനീഷ്, എനിക്ക് ചോദിക്കാനുള്ളത് അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള വ്യക്തിപരമായ അനുഭവങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു പരമ്പരാഗത രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമോ ഒന്നുമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വേറൊരു തരം മനുഷ്യനായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലും അദ്ദേഹം ഒരു മികച്ച പിതാവും ഭർത്താവും ഒക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പിതാവിൻ്റെ ടാറ്റു അമ്മയുടെ കയ്യിലുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ പ്രിയപ്പെട്ട ഒരു അച്ഛനായിട്ടാണ് പുറം ലോകം അറിയുന്നത്. ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഫാമിലിയോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അതെങ്ങനെ അദ്ദേഹത്തിന് സാധ്യമായി? ഒരു അച്ഛൻ എന്ന നിലയിൽ വിനീഷ് കോടിയേരിക്ക് കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് വിശദീകരിക്കാം. 9ാം ക്ലാസ് വരെയുള്ള സമയത്ത് അച്ഛനെ കാണൽ എന്നുള്ളത് വളരെ കുറവായിരുന്നു. വെച്ചാൽ അച്ഛൻ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗമായിട്ട് കണ്ണൂരിലാണ് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. അപ്പം ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഉണരുന്നതിന് മുമ്പ് പോകുന്നൊരു രീതിയായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കുറച്ച്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി കോൺഗ്രസിൻ്റെയൊക്കെ സമയത്താണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കാണുവാനും സംസാരിക്കുവാനും കൂടുതൽ ഇടപെടുവാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ മാറിയതിന് ശേഷമാണ് അച്ഛനെ കൂടുതലായിട്ട് ശരിക്ക് നേരിട്ട് ഇടപെടുവാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ അച്ഛനുമായിട്ട് അത്രയും സംസാരിച്ചിട്ടുള്ളത്, ഞാൻ എപ്പോഴും 2-3 ഇൻ്റർവ്യൂ പറഞ്ഞതുപോലെ തന്നെ, ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ 1 വർഷക്കാലം നിരന്തരമായിട്ട് അച്ഛൻ്റെ അടുത്ത് ദിവസവും ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ആ സംസാരമാണ് ചിലപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലം മുന്നോട്ട് പോകുന്നതിനേക്കുള്ള എല്ലാ ഒരു ദിശയും നൽകുന്നതെന്നുള്ളതാണ് എനിക്കതിനെ പറ്റിയിട്ട്, അച്ഛനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ വരുന്നത്. പിന്നെ അച്ഛൻ ഈ പറയുന്ന പോലെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഈ പറയുന്ന പോലെ നല്ല അച്ചാച്ചനായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുമക്കൾക്ക് ഭയങ്കരമായിട്ട് അവരോടൊപ്പം അവർ പറയുന്ന കഥകളിൽ സംശയം ചോദിക്കുകയും അവരെന്താണോ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുകയും. ഇപ്പോൾ എൻ്റെ മകളും പിന്നെ ചേട്ടൻ്റെ മകനും 2 പേരും ഒരേപോലെ പറഞ്ഞ കാര്യം, അച്ഛൻ്റെ 2ാം ഓർമ്മ ദിനത്തിന് മീഡിയാസ് വന്ന് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താണ് അപ്പൂപ്പനല്ല അച്ചാച്ചൻ. അപ്പോൾ 2 പേരും പറഞ്ഞ ഒരേ കാര്യമാണ്, അവർക്ക് നല്ല ഒരു ഫ്രണ്ടിനെയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ ഏറ്റവും
ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അച്ചാച്ചൻ എന്നുള്ളത്. അപ്പം അച്ഛൻ അങ്ങനെയാണ്. അപ്പം അച്ഛൻ ഇടപെടുന്ന സ്ഥലത്ത് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ഞങ്ങളെടുത്ത് അങ്ങനെ ഇടപെടുന്നു, കൊച്ചു മക്കളുടെ അച്ചാച്ചനായിട്ട് ഇടപെടുന്നു. ഞങ്ങളെടുത്ത് ഇടപെടുന്ന സമയത്ത് അത്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് സമയത്തും അത്രയും വാത്സല്യത്തോടെ ഈ പറയുന്ന പോലെ അച്ഛൻ ഇത്രയും വലുതായി, ഞങ്ങൾ ഇത്രയും വലുതായി എന്നുള്ളതും കാരണം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അത്രയും അങ്ങനത്തെ ഒരു രീതി തന്നെ, അതിനൊന്നും ഒരു മറയില്ലാതെ അങ്ങനെ നിൽക്കുന്നതല്ല. ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ തന്നെ കിടന്നുകൊണ്ടിരുന്നതും കൊച്ചുമക്കളുടെ അടുത്ത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീട്ടിൽ വന്നു വെച്ചാൽ അച്ഛൻ പൂർണ്ണമായിട്ടും വീട്ടിലെ ഈ പറയുന്ന എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരെയും അച്ഛൻ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അമ്മയും അച്ഛനുമായിട്ടുള്ള ബന്ധം. അപ്പം ടാറ്റു ഒക്കെ അമ്മ ചെയ്യാനുള്ള കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു വൈകാരികത വന്നതിന് ശേഷം അച്ഛനാണ്. ഇപ്പം ഞാൻ എൻ്റെ പിറകിൽ അച്ഛനെ പടം ടാറ്റു ചെയ്തിട്ടുണ്ട്. അത് അച്ഛനുള്ള സമയത്ത് തന്നെ ചെയ്തതുള്ളതാണ്. അപ്പം ഇതൊക്കെ ചെയ്തത് ടാറ്റു ചെയ്തിട്ട് സ്നേഹം കാണിക്കുക എന്നുള്ളത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അച്ഛൻ്റെ അടുത്ത് അത്രയും പ്രിയങ്കരനാണ് എന്നുള്ളത് നമുക്ക് തന്നെ അത് കാണിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കിട്ടുന്നൊരു ഇഷ്ടം കൂടിയാണത്. വിനീഷ് ഭായ്, നമ്മൾ വളരെ നേരത്തെ പരിചയമുണ്ടെങ്കിൽ തന്നെ നമ്മൾ കളിക്കളത്തിൽ ഒരു തവണ കണ്ടുമുട്ടിയത് ഓർമ്മ ഉണ്ടാവുമല്ലോ. തലശ്ശേരി താങ്കളുടെ പിതാവിൻ്റെ പേരിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതിലാണല്ലോ നമ്മൾ പരസ്പരം ഏറ്റുമുട്ടിയത്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു നല്ല ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാറ്റ് ചെയ്യാൻ വരുന്നു. രണ്ടാമത്തെ ബോളാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ബോള് എൻ്റെ ബാറ്റിൽ തട്ടി പുറത്തേക്ക് പോകുന്നു. ആ സമയത്ത് താങ്കളടക്കമുള്ളവർ അപ്പീൽ ചെയ്യുന്നു. അങ്ങനെ അമ്പയർ LBW ഔട്ട് വിധിക്കും. ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ്, കാരണം എനിക്കറിയാം എൻ്റെ ബാറ്റിലാണ് ബോൾ തട്ടിയതെന്നറിയാം, പക്ഷേ LB ആണ് വിളിക്കുന്നത്. അപ്പോൾ താങ്കളുടെ മുഖത്തേക്കാണ് ഞാൻ നോക്കിയത് ആ സമയത്ത്. താങ്കളുടെ കണ്ണും എൻ്റെ കണ്ണും തമ്മിലിങ്ങനെ ഉടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ താങ്കൾ പറഞ്ഞു അത് ഔട്ട് റിവ്യൂ ചെയ്തിട്ട് എടുക്കാം, തേർഡ് അമ്പയർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ കണ്ടിട്ട് അത് ഔട്ടല്ല എന്ന് വിധിച്ചിട്ട് എനിക്ക് ജീവൻ തന്നു. തമാശ അതല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കളിച്ചു. താങ്കളുടെ ബോൾ ഞാൻ ഒരു 6 അടിച്ചായിരുന്നു. അതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എനിക്കൊന്ന് മനസ്സിലായൊരു കാര്യം, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടാകും താങ്കളുടെ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ താങ്കളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും സ്പിരിറ്റോട് കൂടി കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു വലിയ പൊളിറ്റീഷ്യൻ്റെ മകനാണ് താങ്കൾ. പക്ഷേ എങ്ങനെയാണ് ഈ കളിയിൽ ഇത്രത്തോളം വീറും വാശിയും കാണിച്ച് അതിപ്പോഴും തുടർന്ന് പോകാൻ സാധിക്കുന്നുള്ളത്? അപ്പോൾ CCLലൊക്കെ താങ്കളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ബോളിങ്ങിലൊക്കെ നല്ല പെർഫോമൻസാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ രാഷ്ട്രീയക്കാരനായിരിക്കെ, സർക്കാരിലൊക്കെ വലിയ പദവിയിലൊക്കെ ഇരുന്ന ഒരാൾ ആയിരിക്കും, മന്ത്രിയൊക്കെ ആയിരിക്കെ, പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരിക്കെ, താങ്കളിങ്ങനെ ക്രിക്കറ്റ് കളിക്കുകയാണല്ലോ. അപ്പം പലരും ആരും എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ചോദ്യം. അതോടൊപ്പം തന്നെ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ, അച്ഛൻ കഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിൽ മുന്നേറുമ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നൗഫൽ ശരിക്കും പറഞ്ഞാൽ മഹേഷും നൗഫലും അവരെ കൂടി ചേർന്ന ഒരു മീഡിയ ടീമാണ് വന്നിരുന്നത്. ഞങ്ങൾ കമ്മിറ്റി ടീം ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ മീഡിയ ടീമല്ലേ, ഞങ്ങൾ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരല്ലേ എന്ന രീതിയിലാണ് കുറച്ച് നമുക്ക് അതെ ഞാൻ അതിലോട്ട് എത്തുന്നത്. അതിലൊരു ഓവർ കോൺഫിഡൻറ്റോട് കൂടിയാണ് കളിച്ചത്. അപ്പോൾ ഈ പറയുന്നത് എൻ്റെ ബോളാണ് നൗഫലോട്ട്. അതെ, ഞങ്ങൾ കളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഔട്ടാക്കാനല്ലേ ഞങ്ങൾ നോക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഇത് കിട്ടിയാലും ഞങ്ങൾ ഫുൾ ഓണിലാണ് അന്ന് കളിച്ചത്. ഫുൾ അപ്പീൽ ചെയ്തു. അപ്പോൾ റിവ്യൂ ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ അടിച്ചു. അതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ച കാര്യം മീഡിയ ടീം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ പറയാം, കളി അങ്ങനെ ഒരു രസത്തിൽ തന്നെ കളിച്ചു. ആ രസത്തിൽ എൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ആ ഓർമ്മ നിൽക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. അതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷം. പിന്നെ ക്രിക്കറ്റ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ തലശ്ശേരി എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ലോക്കലായിട്ട് സാധ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ച സ്ഥലം എന്നുള്ളത്. അപ്പം ആ കളിച്ച അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് പണ്ട് സ്കൂളിൽ തൊട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞ CCLൊക്കെ നമ്മൾ കളിക്കാൻ പോകുന്നത് തന്നെ ഈ ഒരു വർഷത്തെ ഒരു മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറ്റി അതിൻ്റെ അകത്ത് ചേർന്ന് നിൽക്കാനാണ്. പിന്നെ അച്ഛൻ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ക്രിക്കറ്റ് കളിച്ച് നടക്കുമോ എന്നുള്ളതൊക്കെ ഉള്ളത്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അച്ഛൻ അങ്ങനെ ഇന്നത് ചെയ്യണമെന്ന് പറയില്ല. എന്തെങ്കിലും ഒരു സ്പോർട്ട് ചെയ്യണം എന്നുള്ള അച്ഛന് വലിയ താല്പര്യമാണ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിലൊക്കെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടാണ്. അത് അത്തരത്തിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു സ്പോർട്ട് കളിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണോ കളിക്കുന്നതെന്നുള്ള ആ കളിയുടെ കൂട്ടത്തിൽ അങ്ങ് ചേർന്ന് അതിൽ
ലയിച്ചോ അലിഞ്ഞോ അതിൽ നിൽക്കുകയല്ല. എന്ത് കാര്യമല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ക്രിക്കറ്റ് ആയാലും അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ മറ്റേ പൊളിറ്റിക്സിലായി നിൽക്കുന്നെങ്കിൽ അങ്ങനെ, ഏതിടങ്ങളിലാണോ ഞാൻ ഇടപെടുന്നത് അതിലോട് ഇടപഴകി നിൽക്കുക എന്നുള്ളത് ഒരു ഭാഗമായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ബിനീഷ് ഭായ്, എനിക്ക് ചോദിക്കാനുള്ളത് ഫുട്ബോളിനെ കുറിച്ചാണ്. താങ്കളൊരു നല്ല അർജന്റീന ഫാനും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ കണ്ട CPM-കാരിൽ കൂടുതലും, അതിപ്പോൾ നേതാക്കളാവട്ടെ അണികളാവട്ടെ ഒക്കെ കൂടുതൽ പേരും അർജന്റീന ഫാൻസാണ്. അപ്പോൾ ഈ CPM-കാർ അർജന്റീന ഫാൻസ് ആവാൻ എന്തെങ്കിലും പൊളിറ്റിക്കൽ കണക്ഷൻ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ട്, ഈ ലയണൽ മെസ്സിയെ കുറിച്ചാണ്. മെസ്സി അയാളുടെ അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കുകയാണ്. അപ്പോൾ അയാൾ എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം ഇനി ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര കളികളിൽ അയാളുടെ മിന്നലാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ അവസാന നാളുകളിൽ അദ്ദേഹത്തെ പലതരത്തിലുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പൊളിറ്റിക്കലി കൂടി നിലപാടുണ്ടെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണനാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ അയാൾക്ക് നല്ല നിലപാടില്ല, അതുകൊണ്ട് അയാളെ ഒരു പൂർണ്ണനാക്കാൻ കഴിയില്ല, മറഡോണയോടൊന്നും സാമ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മെസ്സിയുടെ കളിയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കൂടി നോക്കുന്ന ഈ പുതിയ കാലത്തെ വിലയിരുത്തലുകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ കൂടുതലും അർജന്റീന ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ചേഗുവേരയുടെ ജന്മസ്ഥലം അർജന്റീന ആയതുകൊണ്ടായിരിക്കാം. ചേഗുവേരയുടെ ജന്മസ്ഥലമാണ് അർജന്റീന, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതങ്ങനെ ഞാൻ പറയുന്നില്ല, അതും ഒരു കാരണമായിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അർജന്റീനയുടെ കളി, അർജന്റീനയുടെ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യത്തെ തന്നെ ആരാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും അർജന്റീന കളികൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെയുള്ള സംഭവം ഒരു സ്പോർട്സ് പേഴ്സൺസ് എല്ലാവരും പൊളിറ്റിക്കലിയും കൂടി അവരുടെ നിലപാടുകൾ എടുത്താൽ മാത്രമേ പൂർണ്ണനാവൂ എന്നുള്ളത് എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ അങ്ങനെ കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കളിക്കളത്തിനകത്തും പുറത്തും പറഞ്ഞ ഒറ്റ ഫുട്ബോളറേ ഉള്ളൂ, അത് മാരഡോണയാണ്. പിന്നെയുള്ളത് ബ്രസീലിൻ്റെ സോക്രട്ടീസാണ്. അങ്ങനെയുള്ള 1-2 പേരൊക്കെയാണ് അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുള്ളൂ. എന്നുള്ളത് കൊണ്ട് അവരുടെ ഗെയിംസിനെ, അവരുടെ ഫുട്ബോളിനെ ഒന്നും നിരാകരിക്കണമെന്നില്ല. ഇപ്പം ഗസയുടെ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ആഴ്ച എടുത്ത വോട്ടെടുപ്പിൽ അമേരിക്കയുടെ കൂടെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് എടുത്തു നോക്കണം. ഈജിപ്ത് അമേരിക്കയുടെ കൂടെ വോട്ട് ചെയ്തിരിക്കുകയാണ്, ബ്രസീൽ വോട്ട് ചെയ്തിരിക്കുകയാണ്, അർജന്റീന. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അവരെല്ലാം ഒരുമിച്ചാണ് കളിക്കുന്നത്. ഇപ്പോൾ ബ്രസീലും ഇപ്പം അർജന്റീനയും ഈജിപ്തും കളിച്ചപ്പോൾ ഈജിപ്ത് തോറ്റപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ വന്നത്. ആ ഈജിപ്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഗസയെ സംബന്ധിച്ചിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടും എന്താ? അപ്പം നമ്മൾ സ്പോർട്സിനെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഇടപെടുന്നത്, ആ സ്പോർട്സിനെ നമ്മൾ കാണുക എന്നല്ല, അല്ലാതെ ഈ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് ഫുട്ബോളിനെ വിലയിരുത്താൻ തുടങ്ങിയാൽ ഇപ്പോൾ ബ്രസീൽ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ഒരിതല്ല, ഈജിപ്ത് അങ്ങനെ നിലപാടെടുക്കുന്നതല്ല, അർജന്റീന അത്തരത്തിലെടുക്കുന്നില്ല. ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ഫ്രാൻസ് ഈ പറയുന്ന അമേരിക്കയുടെ സഖ്യകക്ഷി, പക്ഷേ ഫ്രാൻസ് തിരിച്ച് അമേരിക്കയ്ക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഫുട്ബോളിനെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോൾ ആസ്വദിക്കാൻ പറ്റില്ല. ഫുട്ബോളായിട്ട് തന്നെ ആസ്വദിക്കുക. പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ പറയുന്ന ഫുട്ബോളേഴ്സിനെ അല്ലെങ്കിൽ ഇതിഹാസ തുല്യമായിട്ടുള്ള കളിക്കാരെ അംഗീകരിക്കപ്പെടാവൂ എന്നുള്ളതിൽ എനിക്ക് അർത്ഥമില്ല. ഐ ആം ഓൾവേസ് എ അർജന്റീന ഫാൻ, ഓൾവേസ് എ മെസ്സി ഫാൻ. എനിക്ക് ബിനീഷിനോട് ചോദിക്കാനുള്ളത്, ബിനീഷിൻ്റെ അച്ഛൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ ഒരു CPM എന്ന പ്രവർത്തകരുടെ മാത്രമല്ല, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം ബിനീഷിൻ്റെ ഒരു ലൈഫിലുടനീളം അച്ഛൻ്റെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും അച്ഛനൊരു താങ്ങായി, ഒരു ബലമായിട്ട് നിന്നിരുന്നു പല കാര്യങ്ങളിലും. പിന്നീട് അച്ഛനില്ലാത്ത ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു. അതിനിടയിൽ ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊരാളും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ ബിനീഷിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അപ്പോൾ അച്ഛനില്ലാത്ത, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത വർഷങ്ങൾ എങ്ങനെയാണ് ബിനീഷ് അതിനെ സർവൈവ് ചെയ്യുന്നത്? ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ ഇത്ര കണ്ട് വർഷങ്ങൾ ബിനീഷിനെ പ്രാപ്തനാക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അതിന് പ്രാപ്തനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം. കാരണം അച്ഛനുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു കവചമുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ഉത്ബോധത്തിൽ അല്ലെങ്കിൽ അകത്ത മനസ്സിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ ധരിക്കും. അപ്പം അങ്ങനത്തെ ഒരു കവചം ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെയുള്ളത് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യനബിൾ ആയിരിക്കും ആ സമയത്തൊക്കെ. ഞാൻ പറഞ്ഞത്, ഞാൻ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഏകദേശം ഒരു 7-8 മാസം എടുത്തു. അമ്മ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഒരു 3 വർഷത്തോളം എടുത്തു. ഇപ്പോഴാണ് അമ്മ ഇന്ന് ഇതായി വരുന്നത്. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത കാലഘട്ടത്തെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളും കോടിയേരി ബാലകൃഷ്ണനാണ്.
അപ്പം അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും എപ്പോഴും നമ്മളെ കൂടെ നിൽക്കും എന്ന് നമ്മൾ വിചാരിച്ച ആളുകളൊന്നും നമ്മളോട് ഉണ്ടാവില്ല. പക്ഷെ അതിലൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ സമൂഹത്വം അല്ലെങ്കിൽ അത് മനുഷ്യർ എന്നുള്ളത് അതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ പറ്റുള്ളൂ. സ്വന്തം ജീവിതത്തോട് നമ്മൾ ജീവിതം എന്ത് ആണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഉത്തരേ എൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റും. ഇത്രമേൽ കാറ്റും പേമാരിയും തുടർച്ചയായി വന്നടിച്ചിട്ടും ഈ ജീവിതത്തെ ഞാൻ പിടിച്ചു നിർത്തിയില്ലേ, ഈ ജീവിതത്തെ ഞാൻ ജീവിച്ച് കാണിക്കുന്നില്ലേ, അത്രയേ ഉള്ളൂ എൻ്റെ ഉത്തരം. ഇതുപോലൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.